ഓക്കെ, ഇപ്പൊ നമ്മൾ ലൈവിലാണ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ലൈവായിട്ട് വരുവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ അനൗൺസ്മെന്റ് നിങ്ങളോട് അറിയിച്ചതുപോലെ സിയോൺ എന്ന സംഘടനയിലെ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സിയോൺ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കൊരു ചിന്തയുണ്ടാകും, ഇത് വേദപുസ്തകത്തിൽ പറയുന്ന സിയോൻ ആണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന സിയോൻ അല്ല. തൃശൂർ മുരിയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൾട്ട് സംഘടനയായ സിയോനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. ഈ ലൈവ് ശ്രദ്ധിക്കുന്ന ചിലരെങ്കിലും ഒരുപക്ഷെ ഈ സിയോൻ എന്താണെന്നോ ഈ എംപറർ ഇമ്മാനുവൽ എന്താണെന്നോ ഒരുപക്ഷെ അറിയാത്ത വ്യക്തികളുണ്ടാകും. അപ്പോൾ അവരുടെ അറിവിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്ന് അനേക ക്രൈസ്തവ സംഘടനകൾ ലോകത്തുണ്ട്. എന്നാൽ ഈ ക്രൈസ്തവ സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിശുദ്ധ വേദപുസ്തകത്തെയും പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെയും ഒക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നാശത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു കൾട്ട് സംഘടനയാണ് എംപറർ ഇമ്മാനുവേൽ സിയോൻ എന്ന് പറയുന്നത്. ഇവിടെ പോയിട്ടുള്ള അനേക വ്യക്തികളുടെ കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലും ദുഃഖത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുന്നു എന്നുള്ളത് മറച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ സംഘടനയെ അല്ലെങ്കിൽ ഈ കൾട്ട് പ്രസ്ഥാനത്തെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു ലൈവ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാവുന്നതാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ അത് ഇവിടെയും പ്രദർശിപ്പിക്കാം. ഈ ഒരു നോട്ടീസാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ നോട്ടീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ക്രമമാണ്, അല്ലെ പ്രാർത്ഥനയുടെ ഒരു രീതിയാണ് നമുക്ക് ആ നോട്ടീസിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തുകയും അത് പൊതുജനത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങളെ ഇന്ന് ഈ ലൈവിന് പ്രേരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ പോസ്റ്റ് ഇത് ഞങ്ങൾ പോസ്റ്റായിട്ട് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം ഒരു എംപറർ ഇമ്മാനുവൽ വ്യക്തി പോലും, അവരുടെ സംഘടനയിലെ ഒരു വ്യക്തി പോലും അതിനകത്ത് കമന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് നടത്തിയ വിശദമായ ഒരു പഠനമാണ് ഇത് പൊതുജനത്തെ അറിയിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ നോട്ടീസ് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ പ്രാർത്ഥനയുടെ ഒരു പൊതു സ്വഭാവം ഇതിനകത്ത് വ്യക്തമാകുന്നത് കൊണ്ട് ഇത് ഒരു നിഗൂഢമായ ഒരു പ്രസ്ഥാനം ആണ് എന്ന് നമ്മളെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് ഈ നോട്ടീസിലുള്ളത്. അതുകൊണ്ട് ഈ നോട്ടീസിന്റെ താഴെ അവർ എഴുതിയിട്ടുണ്ട്, ഇത് മറ്റാരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇത് പുറം ലോകത്ത് പോയാൽ, പുറത്തറിഞ്ഞാൽ ഇത് ഇവരുടെ സത്യങ്ങൾ പുറത്ത് ആകും എന്ന് ആകുന്നത് കൊണ്ട് ഇത് പുറത്ത് വിടരുത് എന്ന് അവർ തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചത് കൊണ്ട്, ഇത് പൊതുജനം അറിയണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ടും ഇനി ഒരു കുടുംബവും ഇവരുടെ അടിമത്തത്തിൽ പോയി നശിച്ചു പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഇത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്
ഞങ്ങൾ ഇന്നൊരു ലൈവ് ഇങ്ങനെ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ബ്രദറെ, നമ്മൾ ഇപ്പം ആ നോട്ടീസ് ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടീസിൽ നിന്നുള്ള ചില ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില സംശയങ്ങളാണ് ഞാൻ ബ്രദറുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഒരു ചോദ്യമായിട്ട് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിക്കാം. അപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികതയോടെ ബ്രദർ പൊതുജനങ്ങളുടെ അറിവിന് വേണ്ടി വ്യക്തമാക്കുകയും അപ്പോൾ തന്നെ ഇത് ഒരു കൾട്ട് ഗ്രൂപ്പാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന് പൊതുജനത്തിന്റെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവരുടെ നോട്ടീസിലെ ആദ്യത്തെ ചില വാചകങ്ങളാണ്. അവർ പറയുന്നുണ്ട്, ഇവാഞ്ചലിസ്റ്റുകൾ, സദ്വാർത്ത ശുശ്രൂഷകർ ഇവർ സംരക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണമെന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിനെ ഇവർ രണ്ടായിട്ടാണോ പഠിപ്പിക്കുന്നത്? അതായത് ഇവാഞ്ചലിസ്റ്റുകൾ, സദ്വാർത്ത ശുശ്രൂഷകർ എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഇവർ രണ്ടായിട്ടാണോ പഠിപ്പിക്കുന്നത്? അപ്പോൾ തന്നെ ഇവരുടെ ഇടയിൽ ഈ രണ്ട് വിധമാകുന്ന ശുശ്രൂഷകൾ ഇവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ലൈവിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ആദ്യം അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ കർത്താവിന്റെ നാമത്തിൽ ലൈവിൽ വരുവാൻ എനിക്കും ഇന്ന് എൻ്റെ കൂട്ടത്തിൽ പ്രിയ നിതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിഷയത്തിൽ ഒരു ലൈവ് ചെയ്യുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള ലൈവുകളിൽ വരുമ്പോൾ പലപ്പോഴും ഇതിനെ മറുവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് തോന്നും, ഇവര് കരുതി കൂട്ടി ഞങ്ങളെ കരുതിക്കുവാൻ വിഷമിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. സ്വാഭാവികമാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വസ്തുതകൾ ജനത്തിന്റെ മുൻപിൽ അറിയിക്കാതെ വളരെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുകയും, ഞങ്ങൾ ദൈവസഭയാണ്, ദൈവമക്കളാണ്, ദൈവത്തിന്റെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങൾ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് അവരിങ്ങനെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പൊതുജനം അറിഞ്ഞിരിക്കേണ്ടതും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമായ കാര്യമാണ്. കാരണം ഈ നോട്ടീസിലുടനീളം ഞാൻ ഇതിന് മുമ്പുള്ള ലൈവുകളിലും പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഈ ഗ്രൂപ്പിന്റെ വലിയൊരു പ്രത്യേകത തന്നെ അവരുടെ രഹസ്യാത്മകതയാണ്. ടീച്ചിങ്ങിൽ രഹസ്യാത്മകതയുണ്ട്. അവര് ഇന്നും കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ എന്തൊക്കെയോ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ധാരാളം പോസ്റ്റുകൾ അവരെ സംബന്ധിച്ചുള്ളത് ഇട്ടു. അവരിട്ട ചില പോസ്റ്റുകൾ ഞങ്ങൾ ഇവിടെ അപ്രൂവ് ചെയ്തു. ഒറ്റ പോസ്റ്റിൽ പോലും അവർ വന്ന് അവരെന്താണ് പഠിപ്പിക്കുന്നതെന്ന് പറയുവാൻ തയ്യാറായിട്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഇവരുടെ രഹസ്യാത്മക സ്വഭാവത്തിലേക്കാണ് വിരൽ ചോദിച്ചത്. ഇവിടെ പ്രിയ നിതിൻ ചോദിച്ച ചോദ്യമുണ്ട്. ആ നോട്ടീസിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച്, ഏതൊക്കെ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടീസാണ്. അവരുടെ ആളുകൾക്ക് വേണ്ടി ഇറക്കിയ ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ അവർ എഴുതിയിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കൊണ്ട് രണ്ട് പ്രത്യേക പദങ്ങളാണ് ഇപ്പൊ നിതിൻ സൂചിപ്പിച്ചത്. ഒന്ന്, ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഇവാഞ്ചലൈസേഷന് വേണ്ടിയും പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് സദ്വാർത്ത ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടും അവര് സദ്വാർത്തയ്ക്ക് വേണ്ടിയിട്ടും സദ്വാർത്ത ശുശ്രൂഷകർ സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ചോദ്യം, ഇത് രണ്ടും രണ്ടാണോ എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ചോദിച്ചത്. ഇവാഞ്ചലിസവും സദ്വാർത്തയും രണ്ടും ഒന്നാണെങ്കിൽ ഇവിടെ രണ്ട് പദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവും. ഇവാഞ്ചലിസ്റ്റുകളും സദ്വാർത്ത ശുശ്രൂഷകരും ഒരേ ഓഫീസിലുള്ളവരാണ്, ഒരേ ഓഫീസ് വഹിക്കുന്നവരാണെങ്കിൽ, ഒരേ സ്ഥാനം വഹിക്കുന്നവരാണെങ്കിൽ രണ്ട് പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവര് അവരുടെ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്, സദ്വാർത്ത ദൂതികൾ വേറെ, ഇവാഞ്ചലിസ്റ്റുകൾ വേറെ, സദ്വാർത്ത വേറെ, ഇവാഞ്ചലിസം വേറെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം,
ഇവര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് സദ്വാർത്ത പറയുവാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. ഇവരുടെ സദ്വാർത്ത എന്താണെന്നുള്ളത് കഴിഞ്ഞ ലൈവിൽ ഒന്ന് പറഞ്ഞതാണ്, അത് ഇന്നും ഞാൻ പറയും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് രണ്ടും രണ്ടാണെന്നാണ് ഈ നോട്ടീസ് നമ്മളോട് പറയുന്നത്. എന്താണ് സുവിശേഷം? ഇവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷീകരണം. ഇവാഞ്ചലിസ്റ്റ് സുവിശേഷം അറിയിക്കുന്നയാള്. അപ്പൊ എന്താണ് സുവിശേഷം? അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. ബൈബിൾ പറയുന്ന സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ബൈബിൾ പറയുന്ന സുവിശേഷം. ബൈബിളിലെ സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായ സൂചന ബൈബിളിലെ വാക്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്നുള്ള കാര്യം പ്രവാചകന്മാർ മുന്നേ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കഷ്ടം അനുഭവിക്കുകയും 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളുടെ ഇടയിലും പ്രസംഗിക്കുകയും വേണം എന്ന് എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അങ്ങനെ പറഞ്ഞാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നിട്ട് പറയാണ്, പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കുമ്പോഴോ നിങ്ങൾ നഗരം വിട്ട് മാറിപ്പോകരുത്. അതായത് യെരൂശലേം നഗരം വിട്ട് പുറത്തു പോകരുത്. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ഈ കർത്താവ് പറഞ്ഞതുപോലെ യെരൂശലേമിൽ 10 ദിവസം കാത്തിരിക്കുകയും യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന്റെ 10ാമത്തെ ദിവസം, അതാ 50-ാം ദിവസം, പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്തു. അതിനെക്കുറിച്ച് കർത്താവ് മുന്നേ കൂട്ടി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയിലെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പൊ കർത്താവ് പറഞ്ഞ സുവിശേഷം എന്താണെന്ന് മനസ്സിലായോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ്, എന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും ഉണ്ടെന്ന് നിങ്ങൾ പ്രസംഗിക്കണം. ആ കാര്യത്തിനാണ് നിങ്ങൾ സാക്ഷി. അത് പറയേണ്ടത് എപ്പോഴാ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾ പറയേണ്ടത്. ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ചർച്ചിന്റെ മേളിൽ പരിശുദ്ധാത്മാവിനാൽ സഭ രൂപീകൃതമായ ദിവസമാണ് പെന്തെക്കോസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ആ ദിവസത്തിന് ശേഷം ഇവരെന്താ പ്രസംഗിച്ചത്? ഇത് തന്നെ ആണോ എന്നറിയാൻ വേണ്ടി പത്രോസ്ലീഹയുടെ പ്രസംഗം പരിശോധിക്കാം. ലൂക്കോസും പൗലോസും ഒരുമിച്ച് സഞ്ചരിച്ചപ്പോൾ അവർ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ചിലത് പരിശോധിക്കാൻ പറ്റും. പൗലോസ് ലേഖനം ഇടുമ്പോൾ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും. അതിലൊരു വാക്യം ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. എന്താണ് പൗലോസ് പ്രസംഗിച്ച് ശുശ്രൂഷ ചെയ്തു പോയപ്പോൾ പറഞ്ഞത് എന്നുള്ളത്. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. അപ്പൊ എന്താണ് 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രസംഗിച്ച അല്ലെങ്കിൽ സ്ലീഹന്മാർ പ്രസംഗിച്ച സുവിശേഷം? കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയാണ്, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്നുള്ള കാര്യം കൊരിന്ത്യർക്ക് ലേഖനം വിടുന്നത് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ ഓർത്തോ, നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം ഇതാണ്. അതെന്താണെന്ന് അദ്ദേഹം പറയുന്നത് അവിടെ തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ്, ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ പൗലോസും പത്രോസും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ച സുവിശേഷം യേശു ക്രിസ്തു പ്രവാചകന്മാർ പറഞ്ഞതുപോലെ വരികയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. അതിനെയാണ് ബൈബിൾ സുവിശേഷം എന്ന് പറയുന്നത്. ഇതിനെ ഒരു ചുരുക്കി പൗലോസ് ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. 2-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്റെ സുവിശേഷം എന്താണെന്നും പറഞ്ഞ് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ എന്താ ഈ സുവിശേഷം? എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജനന, മരണ, പുനരുദ്ധാന അടക്കങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയുള്ള കാര്യം, അതാണ് രക്ഷയ്ക്ക് ഉതകുന്നതെന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്. അതാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് നിദാനമായത്, മറ്റൊന്നുമല്ല. ഇതാണ് സുവിശേഷം. എന്നാൽ ഈ സുവിശേഷം ഈ എംബർ ഇമ്മാനുവേലുകാര് ഇന്ന് വരെ ഒരു വീട്ടിലെങ്കിലും പറഞ്ഞതായിട്ട് തെളിയിക്കാമോ? ഇവര് പല വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം ഇവര് വന്ന് പറയുന്നത് ഞങ്ങൾ സദ്വാർത്ത പറയാൻ വന്നവരാണെന്ന്, സുവിശേഷം പറയാൻ വന്നവരാണെന്ന് അവർ പറയാറില്ല. അവർക്ക് സുവിശേഷം പറയാൻ സമയവുമില്ല. അവർ പറയുന്നത് സദ്വാർത്തയാ. സദ്വാർത്ത എന്താണ്?
നീണ്ട ഒരു ഖണ്ഡികയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സദ്വാർത്ത എന്താണെന്ന്. അതിന്റെ യജ്ഞചുരുക്കം പറയുകയാണെങ്കിൽ ഇതാണ്: യേശുക്രിസ്തു രണ്ടാമത് മനുഷ്യനായി സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്നും അവൻ സാമ്രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാൻ, ജാതികളെ മേയ്ക്കുവാൻ അവൻ വരുമെന്നും അവൻ സിയോനിലേക്ക് വരുമെന്നും അവിടെയുള്ളവർ അവനെ കാണുമെന്നും ഒക്കെയുള്ളതാണ് ഈ സദ്വാർത്ത. അപ്പൊ സദ്വാർത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടെന്നും വിളിച്ചു പറയുന്നതാണ്, മറ്റൊന്നുമല്ല സദ്വാർത്ത. അപ്പോ ഈ സദ്വാർത്തയും സുവിശേഷവും രണ്ടും രണ്ടാണ്. ഇവർക്ക് പ്രധാനപ്പെട്ടത് സദ്വാർത്തയാണ്, സുവിശേഷമല്ല. സുവിശേഷവുമായിട്ട് ഇവർക്ക് ബന്ധമൊന്നുമില്ല. അതിനി പ്രസംഗിക്കേണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്. കാരണം അതിന്റെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോ അത് പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അന്ത്യകാലമാണ്. അതുകൊണ്ട് പറയേണ്ടുന്ന കാര്യം യേശുക്രിസ്തു ഇപ്പൊ ഇവിടെ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഞങ്ങൾക്ക് അറിയില്ലെന്നുള്ളൂ, എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അവര് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഒരൊറ്റ നോട്ടീസിൽ തന്നെ അവർ പറയുകയാണ് ഞങ്ങളുടെ സുവിശേഷവും ഞങ്ങളുടെ സദ്വാർത്തയും രണ്ട് കാര്യമാണ്. ഇതിൽ ഞങ്ങൾ സദ്വാർത്തയുടെ ആളുകളാണ്. ഇനി സുവിശേഷം എന്നും പറഞ്ഞ് ഇവരെന്താ പറയുന്നത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളുടെ ഇതിനോട് ചേർത്ത് പറയുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിനെ ഇത് രണ്ടും രണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും രണ്ട് തന്നെയാ, രണ്ടും ഒന്നല്ല. അവരെ സംബന്ധിച്ചും രണ്ടും രണ്ടാണ്, നമ്മെ സംബന്ധിച്ചും രണ്ടും രണ്ടാണ്. രണ്ടും ഒരിക്കലും ഒന്നാകില്ല. ഇവർ വീടുകളിലേക്ക് വരുമ്പോഴേ നാം തിരിച്ചറിഞ്ഞുകൊള്ളുക, വേറൊരു സുവിശേഷം പറയാൻ വരുന്നവരാ. സദ്വാർത്ത എന്ന പേരിൽ നമ്മൾ കേൾക്കാത്ത, നമ്മൾ പ്രസംഗിക്കാത്ത, നമുക്ക് ലഭിക്കാത്ത മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു, അതാണ് സദ്വാർത്ത. അതെ, പൗലോസ് പറയുന്നുണ്ട്. അതെ, ബ്രദർ പറഞ്ഞതുപോലെ ഇപ്പം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെ ഇവാഞ്ചലിസ്റ്റുകൾ ആരാണ്, അതപ്പോൾ തന്നെ സദ്വാർത്ത അറിയിക്കുന്നവർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെമായൊരു വിശദമായൊരു വിവരണമാണ് ബ്രദർ ഇപ്പം നൽകിയത്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് ഇവരുടെ രണ്ട് വിധമായ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ സൈറ്റുകളിൽ പല ഭാഗത്തും. പക്ഷെ എന്നാലും ഇവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സദ്വാർത്ത അറിയിക്കുക എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചാണ്. വേറെ ഇവിടെ സുവിശേഷം എന്നുള്ള ഭാഗം പലയിടത്തും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഇടയിൽ അങ്ങനെ സുവിശേഷ പ്രവർത്തനം എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നില്ല. ഇവർ പറയുന്നതെല്ലാം സദ്വാർത്ത അറിയിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ സുവിശേഷകൻ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകൾ എന്നുള്ളൊരു കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബ്രദർ തിരുവചന അടിസ്ഥാനത്തിലും ഇവരുടെ ഈ പ്രവൃത്തി, ഇവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇവരുടെ കാര്യങ്ങളും വെച്ച് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു രണ്ടാമത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും സിയോൻ മക്കൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ മരണം സംഭവിക്കയില്ല എന്നുള്ളൊരു വിശ്വാസം ഇവരുടെ ഇടയിൽ ഉണ്ടോ? ബ്രദറിന്റെ അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടോ? ഇവരുടെ ഇടയിൽ മരിക്കയില്ല എന്നുള്ളൊരു വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരിങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവരുടെ ഇടയിൽ ഉണ്ടോ എന്നാണ് ബ്രദറിന്റെ അന്വേഷണം. ഇത് വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നമ്മളൊന്ന് ആഴമായിട്ട് അതിനെ ഒന്ന് വിമർശനാത്മക ബുദ്ധിയോടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഈ ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ജോസഫ് സാറ് അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങിയത് അമർത്യതയുടെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടാണ്. അമർത്യതയുടെ സുവിശേഷം പ്രസംഗിച്ച് അദ്ദേഹം തന്നെ മൃത്യുവിന് കീഴ്പ്പെട്ടു. ഇപ്പോ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതിന് ശേഷം പുറത്തു വന്നൊരു നോട്ടീസാണ് അത്. ആ നോട്ടീസിന്റെ പിന്നീടുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ മരണം സംഭവിക്കയില്ല, ഈ സിയോന്റെ വിശ്വാസത്തിലേക്ക് വരുന്നവർ, സദ്വാർത്ത വിശ്വസിക്കുന്നവർ മരിക്കയില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയും, ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇവരിൽ നിന്ന് വിട്ടുപോയ ചില ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ വിട്ടുപോയതിന് ഒരു കാരണം പറഞ്ഞത് അതാണ്. അവർ പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങിയത് തിരുവെഴുത്തിൽ നിന്ന് അമർത്യതയുടെ സുവിശേഷം എന്നും പറഞ്ഞാണ്. എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇത് പറ്റില്ല, നമ്മൾ അങ്ങനെയല്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ അത് പ്രയാസമുണ്ടായി. അതിനെ തുടർന്ന് ഈ അമർത്യതയുടെ സുവിശേഷത്തിന് പിന്നെ അവിടെ എന്താ സ്ഥാനമുള്ളത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവരിൽ ചിലർ പിരിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അമർത്യതയുടെ സുവിശേഷം പ്രസംഗിച്ച ആള് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അപ്പൊ ഈ പറഞ്ഞ എന്നോട് സംസാരിച്ച ആള് പറയത്, ബ്രദറെ അങ്ങനെ മരിച്ചു പോയെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്
മരിച്ചവന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ വാക്കുകളിൽ വിശ്വസിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ ജീവിക്കേണ്ടുന്ന നമ്മൾ മരിച്ച് മൺമറഞ്ഞ് കല്ലറയിൽ അടക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കേണ്ടുന്ന ഗതികേടിൽ അവിടെ തുടരുവാൻ ഞങ്ങൾക്ക് മനസ്സായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പബ്ലിക്കായിട്ട് പറയുന്നില്ല. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇറങ്ങിയ ഈ പ്രാർത്ഥനാ നോട്ടീസിൽ സിയോൻകാര് അവരുടെ വിശ്വാസികൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു വിഷയത്തിൽ പ്രത്യേകമായിട്ട്. എന്ത് കാര്യത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? സിയോനിലുള്ള ആളുകൾക്ക്, അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം, ശുശ്രൂഷകർ മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടതിന്, സിയോൻകാർ സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സംരക്ഷണം അവർക്ക് ആവശ്യമാണ് മരണത്തിൽ നിന്ന് എന്നുള്ള ബോധ്യതയിലേക്ക് അവരെത്തി. അപ്പൊ എന്താ അതിന്റെ കാരണം? അതുവരെ ഇതിൽ വിശ്വസിക്കുന്നവർ മരിക്കയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയെങ്കിലും ഇന്ന് സിയോനിലുള്ളവർക്ക് മരണഭീതി ഉണ്ട്. മരണത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. ഈ മരണഭീതി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭീതി. ഈ മരണഭീതിയെ അതിജീവിക്കുവാൻ കഴിയാത്ത ആളുകൾ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ കാത്തുകൊള്ളണമേ, സഹായിച്ചു കൊള്ളണമേ എന്നൊക്കെ. പക്ഷെ സിയോനിലുള്ള അവരുടെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനം, എന്റെ സ്ഥാപകൻ തന്നെ മരിച്ചപ്പോൾ ആ മരണം ബാക്കി ശുശ്രൂഷകരെയും പിടിക്കാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. എന്താ ശരിക്കും മരണം? ജോസഫ് സാർ അതിനെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കില്ലായിരുന്നു. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത് മരണം എന്ന് പറയുന്നത് തന്നെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് 3 വിധ മരണങ്ങളുണ്ട്. ഒന്നാമത്, ആദം പാപം ചെയ്ത നിമിഷം തിരുവെടുത്ത് പറയുന്നത്, ഈ വൃക്ഷത്തിന്റെ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന നാളിൽ മരിക്കും. ശരീരത്തിൽ അന്ന് ആദം മരിച്ചില്ല, പക്ഷെ ആദം ആത്മാവിൽ മരിച്ചു. ആ മരണം പേറുന്ന ആദമാണ് പിന്നീട് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല സന്തതികളെയും ജനിപ്പിച്ചത്. അതുകൊണ്ട് ആദമിക മരണം നമ്മളിലേക്കെല്ലാം വ്യാപരിച്ചിട്ടുണ്ട്. ആ ആദമിക മരണം നമ്മളിലേക്കെല്ലാം വന്നതുകൊണ്ട് എഫെസോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, നാം അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്നാണ്. അതായത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ജനിച്ചു ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിലാണ് അവരിവിടെ ജനിക്കുന്നത്. ദാവീദ് രാജാവ് അത് പറയുന്നുണ്ടല്ലോ, അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ എന്നെ പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ഗർഭമാത്രത്തിൽ തന്നെ പാപവും അകൃത്യവും പേറുന്ന മനുഷ്യരായിട്ടാണ് ഈ ആദമിൽ നാം ഇവിടെ ജനിക്കുന്നത്. ഒന്നാമത്തെ ആദമിൽ ആ മരണം നമ്മളിൽ പേറിക്കൊണ്ട് നമ്മൾ ജനിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള ആ തിരുവെഴുത്തിന്റെ പ്രഖ്യാപനം നമുക്ക് ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരും. ശരീരത്തിൽ ആ മരണം അനുഭവിക്കുകയാണ് ജോസഫ് സാറിന് സംഭവിച്ചത്. എന്നാൽ അതുകൊണ്ട് മരണം തീരുന്നില്ല. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ 2ാം മരണം എന്നൊരു മരണത്തെ കുറിച്ച് പറയുന്നു. ആ മരണം എന്ന് പറയുന്നത്, ഇന്ന് മരിച്ചവരും ഇനി മരിക്കാനിരിക്കുന്നവരും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവിക രക്ഷ സ്വീകരിക്കാത്ത ആളുകൾ, അവർ ഇവിടെ നിന്ന് മരിച്ചു മാറ്റപ്പെട്ടാലും അവർ അന്ത്യനായ വിധിക്കായി വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിന്നതിന് ശേഷം അവർ പോകേണ്ടി വരിക പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഗന്ധകം കത്തുന്ന തീ തടാകത്തിലേക്കാണ്. അത് 2ാമത്തെ മരണം എന്ന് പറഞ്ഞാൽ പുനരുദ്ധാന ശരീരത്തെയും ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിക്കളയുന്നതിനെ മരണമെന്ന് തന്നെയാണ് ബൈബിൾ വിളിക്കുന്നത്. അതിനെ 2ാം മരണമെന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ 2ാം മരണവും പേറുന്നവരായിട്ടാണ് നാം ഇവിടെ ഇപ്പോൾ പാപികളായിട്ടുള്ളവരിയ്ക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ജോസഫ് പൊന്നാറയുടെ ശിഷ്യന്മാർ പറയുന്നത്? നമുക്ക് മരണം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പ്രിയ സിയോനിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാരീരിക മരണമല്ല ഭീകരമായ മരണം. നിങ്ങളുടെ ആത്മാക്കൾ നിത്യമായ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നില്ല എങ്കിൽ, അതിന് നിങ്ങൾ യോഗ്യരായിട്ടില്ല എങ്കിൽ, എംപറർ ഇമ്മാനുവേൽ വരുമെന്നും പറഞ്ഞ് കാത്തിരുന്നാൽ മരണം നീങ്ങുന്നത് ആരുടേതാണ്?
യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ, എന്റെ ഈ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ജോസഫ് സാറ് പഠിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ 1-ാം വരവിൽ താൻ ആർക്കും നിത്യജീവൻ കൊടുത്തിട്ടില്ല എന്നാ. അങ്ങനെ നിത്യജീവൻ കൊടുത്തിട്ടില്ല എന്ന് പഠിപ്പിച്ച ജോസഫ് സാറിന് നിത്യജീവൻ ഉണ്ടോ? എംബർ ഇമ്മാനുവേൽ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും നിത്യജീവൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ധൈര്യമായിട്ട്? യേശു ആദ്യം വന്നപ്പോൾ ആർക്കും നിത്യജീവൻ കൊടുത്തില്ല, ഇനി വരുമ്പോഴാണ് കൊടുക്കാനിരിക്കുന്നതെന്ന് പത്രോസ്ലീഹയുടെ ലേഖനം മിസ്കോട്ട് ചെയ്താ പറയുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ, അവിടെയാണ് നിത്യജീവൻ കിട്ടുവോളെന്ന് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു, ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അവർക്ക്. യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവർ മരണത്തെ വിട്ട് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ യേശു ഇവിടെ ആർക്കെങ്കിലും നിത്യജീവൻ കൊടുത്തു ആദ്യ വരവില്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വരുവാനിരിക്കുന്ന 2-ാം മരണത്തിൽ നിന്ന് വിട്ട് അവർ ജീവങ്കിലേക്ക് പ്രവേശിച്ചവരാണ്. ഇത് വ്യക്തമാക്കുവാൻ വേണ്ടി തന്നെയാണ് കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് നിൽക്കുമ്പോൾ പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് കേൾക്കുമ്പോൾ സിയോൻകാർക്ക് കൺഫ്യൂഷൻ ആകും. അയ്യോ, ഞങ്ങളുടെ ജോസഫ് സാറ് മരിച്ചല്ലോ, ജീവിച്ചിരുന്ന് വിശ്വസിച്ചല്ലേ മരിച്ചല്ലോ. യേശുവോട് മരണമെന്ന വാക്കുകൊണ്ട് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു മരണമെന്ന വാക്ക് ഉപയോഗിച്ച് രണ്ടർത്ഥത്തിലാണ് ഒരേ വാക്ക് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ അർത്ഥം, എന്നിൽ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ 2-ാം മരണത്തിലേക്ക് പോകയില്ല എന്ന. അതേ സ്ഥാനത്ത് യേശു പറയുകയാണ്, എന്നിൽ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും അവന് ജീവിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവനുള്ളത്. ശരീരത്തിൽ അവൻ മരിക്കാം, പക്ഷെ ആത്മാവിൽ അവൻ ജീവിക്കും. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഇന്നും സാധ്യമാണ്. അത് കിട്ടാത്തവരാണ് മരണത്തെ ഭയപ്പെടുന്നത്. അവർക്ക് പേടിയുണ്ടാവും. എംബർ ഇമ്മാനുവേൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാ, കട്ടപ്പുക. പക്ഷെ യേശുക്രിസ്തു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ രക്ഷിക്കാൻ. അവൻ ഇനിയും വരും. ഇനി വരുന്നത് മരിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇനി വരുന്നത് തന്നിൽ വിശ്വസിച്ചവരെ തൻ്റെ അടുക്കൽ ചേർത്തുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് രാജാവായി വാഴാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഭൂമിയിൽ നിന്ന് മനുഷ്യന്റെ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്ന പരിപാടി തിരുവെടുത്ത് പറയുന്നില്ല. മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന പരിപാടിയെ തിരുവെടുത്ത് പറയുന്നുള്ളൂ. അങ്ങനെ വന്നവൻ രാജാവായി ഇവിടെ വാഴും. അത് ഞങ്ങളും വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചായിപ്പോയി. അതുകൊണ്ട് മരണഭീതിയിലാണ് നിങ്ങൾ എന്നും. അതാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. അപ്പൊ അമർത്യതയുടെ സുവിശേഷം പ്രസംഗിച്ച ആള് മരണത്തിന് കീഴ്പ്പെട്ടപ്പോൾ സിയോനുകാർക്കും ബോധ്യപ്പെട്ടു മരണമെന്ന ഒരു ഭീകരമായ സംഭവം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ആശാന്റെ പ്രസംഗം പോലും പാളിപ്പോയെന്ന്. തെറ്റിപ്പോയിട്ടില്ല. ഇനിയും തിരിച്ചു വരാൻ അവസരമുണ്ട്. കർത്താവിലേക്ക് വരിക, തിരുവെഴുത്തിന്റെ സത്യങ്ങളിലേക്ക് വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശാരീരിക മരണം എന്താണെന്നുള്ള ഒരു കാര്യം, അത് എല്ലാ മനുഷ്യർക്കും ശാരീരിക മരണം ഉണ്ട് എന്നും വളരെ വ്യക്തമായ രീതിയിലാണ് ബ്രദർ അത് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രേക്ഷകർക്ക്, അത് കാണുന്നവർക്ക്, എംബർ ഇമ്മാനുവേലിന്റെ ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ഈ സാറ് ഇദ്ദേഹം മരിക്കയില്ല എന്നൊരു വാദത്തിലാണ് ആളുകളേക്ക് ഇവര് കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ഇവരുടെയൊക്കെ ജീവിതത്തിൽ പലരുടെ ഒരു ചോദ്യചിഹ്നം ആയി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ ഇനി ബാക്കിയുള്ളവർ മരിക്കത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഇവരിങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ടുവന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ വ്യക്തമായ രീതിയിൽ ബ്രദർ അവതരിപ്പിച്ചു. ബാക്കിയുള്ളവർ മരിക്കില്ല എന്നല്ല, ബാക്കിയുള്ളവർ മരിക്കാൻ സാധ്യത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് കാര്യം. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാന്നുള്ളതാണ്. അതെ അതെ, മരിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? സകല മനുഷ്യനും ഒരിക്കലും മരിക്കണമെന്ന് വേദപുസ്തകവും ബൈബിളും വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ അതെ അതെ അതെ, മരിക്കാതിരിക്കാൻ, മരണത്തിനായി ഒരുങ്ങുക എന്നുള്ളതേ ഉള്ളു കാര്യം. മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. അതെ, അങ്ങനെ ഒരു ക്രൈസ്തവ സംഘടന ഉണ്ടെന്നുള്ളത് ഒരു വിചിത്രമായ കാര്യമാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇവർ പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, ഇവരുടെ ഇടയിൽ വളരെ ഐക്യതയാണ്. ഇവരൊക്കെ ഒരു വളരെ സ്നേഹത്തിനും ഐക്യതയിലൊക്കെ പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും മറ്റുള്ള ആളുകളോട് ഭയങ്കര വിരോധം. കാരണം ഇവർ ഭയങ്കര സ്നേഹവും ഐക്യതയാണെന്നാണ് പുറം ലോകത്തിൽ ഇവരെപ്പോഴും കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രാർത്ഥനയിൽ
അവർ പറയുന്ന ഒരു വാചകം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. സിയോനിൽ നിന്നും ഭിന്നതയുടെ ആത്മാവിന്റെ പ്രവർത്തനം നിർവീര്യമാക്കപ്പെടുന്നതിന് സഹോദരങ്ങൾ ഏക മനസ്സാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളവർ തന്നെ ഭിന്നതയുള്ളവരാണ്, ഐക്യത ഇല്ലാത്തവരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ബ്രദറിന്റെ അഭിപ്രായം എന്താണ്? കാരണം ഇവര് ഭയങ്കര ഐക്യത ഉള്ളവരെന്നാണ് പൊതുജനത്തിന് മധ്യ കാണിക്കുന്നത്. പക്ഷെ അവരുടെ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നു അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്നും അവർ ഏക ഉള്ളവരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ബ്രദറിന്റെ അഭിപ്രായം എന്താണ്? ബ്രദർ അതിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ഭിന്നത സ്വാഭാവികമായിട്ടും 2, 3, 4 പേര് കൂടിയാലും കാലം കഴിയുമ്പോൾ ഭിന്നത ഉണ്ടാകാം. അത് സ്വാഭാവികമായ കാര്യമാണ്. സഭകളിലൊക്കെ ഭിന്നത വരാം. അപ്പൊ ഭിന്നത വരുമ്പോൾ അതിനെ പരിഹരിച്ചും അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സഭകളെ കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെയൊക്കെ സഭകളിലും സംഭവിക്കുന്നത്. ഭിന്നതയൊന്നും ഇല്ലാത്ത സഭകളൊന്നും ഒരിടത്തും ഇല്ല. എന്താ പറയുന്നത്, അല്പം വാക്കേറ്റമോ ഒരു പിണക്കോ ഒന്നും ഉണ്ടാകാത്ത കുടുംബജീവിതം ഇല്ലെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെറിയ ഭിന്നതയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാത്ത, കാരണം നമ്മളെല്ലാം മനുഷ്യ ശരീരത്തിൽ പുനരുദ്ധാനം ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ പാപമുള്ള ശരീരത്താണല്ലോ വീണ്ടും ജീവിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ ഇവിടെ സിയോന്റെ പ്രശ്നം അതല്ല. സിയോന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഉപദേശത്തിൽ അധിഷ്ഠിതമാണ്. സിയോന്റെ ഉപദേശം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ദൈവത്തിന്റെ ജീനുകളിൽ ജനിച്ചവരാണെന്ന. ദൈവം ജീനുകളെ പ്രസവിച്ചു. 1,44,000 ജീനുകളെ പ്രസവിച്ചു. അതിനെ ആദമിലാക്കി. പിന്നെ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തു വന്ന ഈ എംപറർ ഇമ്മാനുവേലിലെ വിശ്വാസികള്, നാം ഒക്കെ ഇവിടെ ഒന്നാമത്തെ ആദമിന്റെ പാപ സ്വഭാവത്തോടു കൂടെ ജനിച്ച് പാവ സ്വഭാവത്തിൽ ജീവിച്ച് കർത്താവിന്റെ കൃപയാലെ മാത്രം വിശ്വാസത്താൽ പാപമോചനം പ്രാപിക്കുകയും ഇന്നും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുക, എന്റെ കർത്താവ് എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്നും പറഞ്ഞ് കർത്താവിനോട് നല്ല കുമ്പസാരമൊക്കെ നടത്തി ജീവിക്കുന്നവരാ നമ്മള്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവര് പഠിപ്പിക്കുന്നത് ഇവർ ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഇവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ഇവരെ ആദമിലൂടെയും യാക്കോബിലൂടെയും ഒക്കെ പിന്നെ ഒരു ഭൂമിയിലേക്ക് പിറന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്താണ് ഇവർ ഈ പറയുന്നത്. എന്താ പറയുന്നത്? ഞങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്നവർ സമ്മതിക്കരുത്. എങ്ങനത്തെ ഭിന്നതയാണത്? സാധാരണ ഭിന്നത വന്നാൽ എന്താ ചെയ്യുന്നത്? ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളെ ഉപദേശിക്കുകയും അവരെ നന്നാക്കി അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സംശയങ്ങൾ തീർക്കുകയും അവരെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് നന്നാക്കി അവരെ കർത്താവിലേക്ക് ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇവരെന്താ പറയുന്നതെന്ന് നോക്കിയേ. ഇങ്ങനെ ഭിന്നത സഹോദരന്മാർക്കിടയിൽ ഉണ്ട്, അവർ ഏക മനസ്സോടെ ആകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭിന്നതയുടെ ആത്മാവിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഒരു കാര്യം ശരിയാണ്, ഈ ദൈവത്തിന്റെ ഡയറക്റ്റ് ജീനാന്ന് പറഞ്ഞാലും അവരുടെ ഇടയിൽ ഒരു ഐക്യവുമില്ല. കൂടാരത്തിനുള്ളിൽ ഒരു ഐക്യവുമില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിച്ചത്. അതിനുള്ളിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ ബിൽഡിങ്, നല്ല യൂണിഫോം ഇട്ട ആളുകള്, സുന്ദരമായ ചിരികള്, വളരെ ഒച്ച കൂട്ടിയുള്ള പ്രസംഗങ്ങള്, നല്ല സൂപ്പർ മൈക്ക് സെറ്റ്, പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷെ അതിനുള്ളിലുള്ളവർക്ക് അന്യോന്യം വിശ്വാസമില്ലാത്തൊരു പരിസ്ഥിതി അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ പറയാണ്, ഈ ഭിന്നതയുടെ ആത്മാവിന്റെ പ്രവർത്തനം അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ചർച്ച് എന്ന് അവകാശപ്പെടുകയാണല്ലോ അവര്. ഒരു ചർച്ചിനുള്ളിൽ ലീഡർഷിപ്പിന് തോന്നുക, ഞങ്ങളുടെ ഇടയിൽ കുറെ ആളുകളുണ്ട്, ഞങ്ങൾക്കെതിരെ പണിയാൻ നടക്കുന്നു, നമ്മുടെ ഇടയിൽ കലക്കം ഉണ്ടാക്കാൻ നടക്കുന്ന കുറച്ചു പേര് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നിയാൽ ഇവർക്ക് ആരെയെങ്കിലും വിശ്വസിക്കാൻ പറ്റും? ഇവർ അന്യോന്യം സംശയിക്കല്ലേ ഉള്ളൂ. ആരാണ് ഭിന്നത ഉണ്ടാക്കുന്നത്? ഇപ്പം ഇങ്ങനെ ഒരു നോട്ടീസ് നമ്മുടെ ഏതെങ്കിലും ചർച്ചിലേക്ക് വായിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ നോട്ടീസ് നമ്മൾ വായിക്കുമോ? ഒരു പൊതുസഭയുടെ മുന്നിൽ ഇത് വായിക്കാൻ കൊള്ളാമോ? പക്ഷെ ഇത് അച്ചടിച്ച് അവർക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പൊ ഈ നോട്ടീസും പിടിച്ചിരിക്കുന്നവരൊക്കെ ഓർക്കാണ്, എന്നെയും സംശയിച്ചല്ലോ ഇവന്മാര്. അപ്പോ ഭിന്നത ഉണ്ടാക്കുന്നവൻ ആരാണെന്നുള്ളത് ആർക്കും അറിയില്ലാത്തത് കൊണ്ട് എല്ലാവരും സംശയത്തിന്റെ നിഴലില്ല. എന്തൊരു അവസ്ഥാവിശേഷം! ഇതൊരു കോമ്പൗണ്ടിനുള്ളിലാണെന്നുള്ള ഓർക്കണം. ഒരു പ്രത്യേക ടെറിറ്ററിക്കുള്ളില അന്യോന്യം സംശയത്തിന്റെ നിഴലിലാണ് ഇവരെ ആളുകളെ കാണുന്നതെന്നാണ്
ഈ പ്രാർത്ഥനാ വിഷയം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടമാണ് തോന്നുന്നത്. എന്തൊരു അവസ്ഥയാണിത്. ഒരു മാനസികമായ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകുമോ? ഭിന്നതയുണ്ട്, അവര് സമ്മതിച്ചു. അത് സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ സംശയം വന്നാൽ പിന്നെ ഭിന്നത ഉണ്ടാവൂ. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യം. അതെ, ഇതിനോട് ചേർന്ന് തന്നെ വരുന്നൊരു കാര്യമാണ് അടുത്തൊരു ചോദ്യമായിട്ടുള്ളത്. ഇവര് ഇതിനകത്ത് പറയുന്നുണ്ട്, സിയോനും ജെറുസലേമിനും മധ്യേ നിൽക്കുന്നവന്റെ അനുയായികളുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നവർ മുഴുവനും തകർക്കപ്പെടുന്നതിനും അവരുടെ അനുയായികളുമായി ചേർന്ന് വ്യാജമായി സിയോനിൽ പ്രവർത്തിക്കുന്നവർ എന്നേക്കുമായി നശിച്ചു പോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞത് അവിടെ ഭിന്നതയുണ്ടെന്നുള്ള കാര്യമായിരുന്നു. ഇപ്പൊ അവിടെ പറയുന്നത് അവിടെ വ്യാജമായ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞ അവിടെ നിർത്തിയാൽ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസിൽ എഴുതിയിരിക്കുന്ന അതിലും ഭീകരമാണ്. അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗം സിയോനിലെ വ്യാജന്മാർ നശിച്ചു പോകേണ്ടതിന്, ഇല്ലേ? അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? വ്യാജമായി സിയോനിൽ പ്രവർത്തിക്കുന്നവർ. അപ്പൊ സിയോനിന് ഉള്ളിലുള്ള കുറെ വ്യാജന്മാരുണ്ട്. എന്തൊരു ദുരവസ്ഥയാണ്. ആരെയും വിശ്വാസം ഉണ്ടാകില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊരു വ്യാജൻ ഏതാ ഒറിജിനൽ ഏതാന്ന് ഒരു നിലയിലും തിരിച്ചറിയാൻ പറ്റില്ല. ഈ ലൈവ് ഒക്കെ അവര് കാണുന്നുണ്ടെങ്കിൽ അവര് ചിലർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇതൊക്കെ പുറത്തു പോയത് ഇതിനകത്ത് വ്യാജന്മാരുള്ളത് കൊണ്ടാ. ഇതിനകത്ത് അവന്മാരുടെ ചാരന്മാരുണ്ട്. അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യാജമായിട്ട് സിയോൻ പറയുന്നത് വിശ്വസിക്കുകയും കണ്ണടച്ച് വിശ്വസിക്കാത്ത ആളുകൾ, അന്ധമായി വിശ്വസിക്കാത്ത, അവരുടെ വാക്ക് തന്നെ പറയാം, അന്ധമായി വിശ്വസിക്കാത്ത ആളുകളെല്ലാം അവരുടെ വ്യാജന്മാരും ചാരന്മാരുമാണ്. ആരുടെ വ്യാജന്മാരും ചാരന്മാരുമാണ്? അതാണ് അവിടെ ഒരു പദപ്രയോഗം നമ്മൾ ശ്രദ്ധേയമായിട്ടുണ്ട്. ചോദിച്ചുകൊണ്ട് പറയാ, ഈ വ്യാജന്മാർക്ക് എന്ത് സംഭവിക്കണം? നശിച്ചു പോണം. അതാണ് അവിടെ അവര് പറയുന്നത്, നശിച്ചു പോണം. എന്തൊരു പ്രാർത്ഥനയാ അല്ലെ? എന്തൊരു പ്രാർത്ഥനയാ! ഇത് ആരുടെ കൂട്ടത്തിലുള്ളവരാ? സിയോനുള്ളിൽ നിൽക്കുന്നവര്. ഈ കോമ്പൗണ്ടിനുള്ളിൽ ഇവരോടുകൂടെ നാളുകളായി ജീവിച്ചു പോരുന്ന ആളുകൾ, അവരെ ഇവര് സംശയിക്കുകയും അവര് അകത്ത് ഐക്യമില്ല എന്ന് വന്നപ്പോൾ ഇവര് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ കുറെ അവന്മാരുണ്ട്, അവന്മാര് നശിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് ഈ എംബറർ ഇമ്മാനുവേൽ ചർച്ച് എന്നോ സിയോൻ എന്നൊക്കെ പറയുന്ന ഈ ഗ്രൂപ്പിന്റെ ഒരു നിലവാരവും നിലപാട്. എന്താ അത്? ഇവരിന്നും പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ദാവീദിന്റെ കാലഘട്ടത്തിലെ പ്രാർത്ഥനയിൽ നിന്ന് പുതിയ നിയമത്തിന്റെ തിരുവെഴുത്തുകളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഇന്നും എത്തിയിട്ടില്ല. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ളവരെല്ലാവരും, ജോസഫ് പൊന്നാറ സാർ അടക്കം, അവര് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളെ അവർക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്നും ഇവരെല്ലാം പഴയ നിയമ പ്രവാചകന്മാരായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. എല്ലാവരും പഴയ നിയമ പ്രവാചകന്മാരാ. ഒരിടത്ത് യെശയ്യാവ്, ഒരിടത്ത് മലാക്കി, ഒരിടത്ത് ഇങ്ങനെ പ്രവാചകന്മാരാ. ഇവരെല്ലാം ഓരോരുത്തരായിട്ട് അങ്ങ് നാട്യമാണ്. ഈ നാട്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ അഭിനയം കൊണ്ട് സംഭവിക്കുന്നത്, ഇവർക്ക് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർ ഈ പറയുന്നത് ഞാൻ ഇന്നയാളാന്ന് അവൻ വിശ്വസിക്കുന്നുണ്ടോ, അവൻ അങ്ങനെ തന്നെയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുക. ഈ സംശയം വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുകയോ അതിനെക്കുറിച്ച് സംശയ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഒരു പരാമർശനം നടത്തുകയോ ചെയ്യുന്ന ആളുകളെയൊക്കെ ഇവര് വ്യാജന്മാരായിട്ട് മനസ്സിലാക്കുക. ഈ വ്യാജന്മാരെ നശിച്ചു പോകണം, അവർ ഗുണം പിടിക്കണം, ഒരു മുടിഞ്ഞു പോട്ടെ എന്നുള്ള പ്രാർത്ഥനയാണല്ലോ നടത്തണമെന്നാണല്ലോ ഇവർ പറയുന്നത്. എന്താ ശരിക്കും പുതിയ നിയമം പറയുന്നത്? അങ്ങനെ ഒരു ഭിന്നതക്കാരനോ ഒരു ഭിന്നത ഉണ്ടാക്കുന്നവനോ ഏതെങ്കിലും നിലയിൽ അവർ വിശ്വസിക്കുന്ന പൊതുവായ പ്രമാണങ്ങൾക്ക് ചേരാത്ത ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ നശിച്ചു പോകണമെന്നാണോ പ്രാർത്ഥിക്കേണ്ടത്? അവൻ മുടിഞ്ഞു പൊക്കോട്ടെ എന്നാണോ പറയേണ്ടത്? അവന്റെ തലമുറകളും മുടിഞ്ഞു പൊക്കോട്ടെ എന്നാണോ പ്രാർത്ഥിക്കേണ്ടത്? പുതിയ നിയമം പറയുന്നത് എന്താ? പുതിയ നിയമം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് വിശക്കുന്നുവെങ്കിൽ ആഹാരം കൊടുപ്പിൻ, അവനെ ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുപ്പിൻ, അവൻ നഗ്നനെങ്കിൽ അവനെ ഉടുപ്പിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ അതാണ് പുതിയ നിയമത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. സ്നേഹവും കരുണയും ദയയും ഒക്കെ നിറഞ്ഞതാണ്. മനസ്സിലായോ? ഇവരുടെ ഉപദേശം ഉണ്ടല്ലോ, യഹൂദനോടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി മുഴുവൻ മാറ്റി കർത്താവിന്റെ യേശു ആദ്യം വന്നപ്പോൾ യഹൂദന്മാരായിരുന്നു ദൈവസഭ, അതിനെ പരിപൂർണമായിട്ടും വേണ്ടെന്ന് വെച്ച് പുതിയതൊന്നുണ്ടാക്കി. ഇപ്പൊ ചർച്ച 2000 വർഷമായി ഇതിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ദൈവം ഇപ്പം ഈ പുതിയ നിയമ സഭയെയും ഇല്ലായ്മ ചെയ്തിട്ട്
2008 മുതൽ ഇതിനെയും തകർത്ത് കളഞ്ഞുകൊണ്ട് പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. അത് എംപറർ ഇമ്മാനുവൽ സിയോനാണ് എന്നാണ് അവര് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചു പോരുന്ന ഇവരാണ് പഴയ നിയമത്തിനേക്കാളും എല്ലാ നിലയിലും മെച്ചമായ ധാർമ്മിക ഉപദേശങ്ങൾ മുന്നോട്ട് വെച്ച ഈ പുതിയ നിയമം ഞാനോ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ദാതാവ് തന്നെ അതിനെ തിരുത്തിക്കൊണ്ട് ആ ന്യായപ്രമാണത്തെ കൂടുതൽ ഉത്തമമാക്കി, ശ്രേഷ്ഠമാക്കി, പ്രാക്ടിക്കലാക്കി കൊടുത്തതിന് ശേഷം ആ പ്രാക്ടിക്കലാക്കി കൊടുത്ത സാധനം പോലും അന്വർത്ഥമാക്കാൻ പറ്റാതെ, അതുപോലും ജീവിതത്തിൽ പകർത്താൻ പറ്റാതെ കണ്ട് അവർ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഏത്? ഞങ്ങളെ എതിർക്കുകയും ഞങ്ങളെ വിമർശിക്കുകയും ഞങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആരാണെങ്കിലും, അവൻ അകത്തുള്ളവനാണെങ്കിലും പുറത്തുള്ളവനാണെങ്കിലും, അവൻ മുടിഞ്ഞു പോട്ടെ, അവൻ നശിച്ചു പോട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചോളാണ് ഇവർ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. എന്റെ പൊന്ന് നിതിനെ, സഹോദരനും എനിക്കും ഈ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെയുള്ള എല്ലാവരും പേര് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, മുടിഞ്ഞു പൊക്കോട്ടെ എന്ന്. കൂടത്തിലുള്ളവർക്കെതിരെ നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് എന്റെ കർത്താവ് അവന് ബുദ്ധി വിവാഹം കൊടുക്കണേ, അവൻ മാനസാന്തരപ്പെടണേ, അവൻ നാളെ ഞങ്ങളുടെ കൂടത്തിൽ വരണമെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന്റെ കാരണം ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് പുതിയ നിയമത്തിലെ ആത്മാവല്ല, അത് പരിശുദ്ധാത്മാവല്ല. ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് സുബോധത്തിന്റെയോ സ്നേഹത്തിന്റെയോ ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവോ അല്ല, അത് മറ്റൊരാത്മാവാ. ആ ആത്മാവിന് പുതിയ നിയമത്തോളം എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ജോസഫ് പൊന്നാറ സാറ് പഴയ നിയമത്തെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് മറിഞ്ഞ് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അതിനിപ്പുറത്തേക്ക് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോ ഈ ഇതിനകത്തുള്ളവരൊക്കെ മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും പുതിയ നിയമ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്ഥാനമേ അല്ലത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലോ അതിന്റെ ആത്മാവോ അവരിലേക്ക് ഇതുവരെ ഉപദേശമോ ഇതുവരെ എത്തിയിട്ടില്ല. അവരിന്നും പഴയ നിയമ പ്രമാണത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇതാണ് നമുക്കത് ഇന്ന് മനസ്സിലാകുന്നത്. അതെ 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 അപ്പം ഇവരുടെ ഈ സാറ് എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ എന്ന് അറിയപ്പെട്ടതെന്ന് ഇപ്പം കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും. കാരണം പുള്ളി പഴയ നിയമത്തിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിച്ചതും എല്ലാവരെയും ശപിക്കാനും ഇതുപോലെ നശിച്ചു കാണാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടെ ഉള്ള ഒരു മനോഭാവത്തോടെ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയെ യെശയ്യാ പ്രവാചകൻ എന്ന് അവരും ഇപ്പൊ വിളിച്ച് ഇങ്ങനെ പ്രശംസിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് തന്നെ മനസ്സിലായി അവരുടെ ഇടയിൽ വ്യാജന്മാരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ അവരൊക്കെ നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന, അവരുടെ ഇടയിൽ തന്നെ ആളുകൾ നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന കുറെ പേർ അതിനകത്തുണ്ടെന്ന് മനസ്സിലായി. കാരണം അവർ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, ഇവരുടെ സിയോൻ ഗേറ്റിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷയാണ്. കാരണം രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയോൻ ഗേറ്റിനകത്താണ്. അപ്പോൾ അതിനകത്ത് വരുന്ന രക്ഷപ്പെടും എന്നുള്ളതാണ് അവരുടെ പഠിപ്പിക്കല്. എന്നാൽ ഇതിനകത്ത് തന്നെ വ്യാജന്മാരുണ്ടെന്നും ഇതിനകത്ത് തന്നെ നശിക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടെന്നും ഉള്ളത് അവരുടെ നോട്ടീസിൽ നിന്നും വളരെ വ്യക്തമാണ്. അതെ 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 അകത്ത് വന്നാലും രക്ഷയില്ലെന്നുള്ള കാര്യം പിടിയിട്ടില്ല കാര്യം വളരെ വ്യക്തമായി. ഓക്കെ, അടുത്ത രാജമാർഗം കയറി നിറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടി ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സാറ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിയോനും യെരൂശലേമിനും മധ്യേ എന്നും പറഞ്ഞിട്ട് ഒരു പദപ്രയോഗം അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. അതൊന്നും ചിന്തിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ, എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് അതിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതെ, ഓക്കെ. സിയോനിൽ നിന്നും സിയോനും യെരൂശലേമിനും മധ്യേ നിൽക്കുന്നവന്റെ അനുയായികളുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നവർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സിയോനും യെരൂശലേമിനും മധ്യേ അല്ലേ, അതല്ലേ ബ്രദർ പറയുന്നത്? ഓക്കെ, അപ്പോൾ അത് ഈ കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണെന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? എനിക്കിത് വായിച്ചിട്ട് ആദ്യം വളരെ രസകരമായിട്ട് തോന്നി. അതായത് ആ പദപ്രയോഗം കണ്ടോ, സിയോനും യെരൂശലേമിനും മധ്യേ നിൽക്കുന്നവൻ, അത് ഒരാളാണ്. മധ്യേ നിൽക്കുന്നവരല്ല, നിൽക്കുന്നവന്റെ അനുയായികളുമായി. ഇത് ആരാപ്പണ ഈ സിയോനും യെരൂശലേമിനും മധ്യേ പോയി നിൽക്കുന്നത്? നമുക്ക് ബൈബിള് വായിച്ചപ്പോ മുഴുവൻ മനസ്സിലായത് ഈ സിയോൻ എന്ന് പറയുന്ന യെരൂശലേം തന്നെയാണെന്നാ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പ്രസ്താവനയിൽ സിയോൻ മൂരിയാടും യെരൂശലേം അങ്ങ് പാലസ്തീനായിലുമാണ്. സിയോൻ ഒരിക്കലും പാലസ്തീനായിലാണെന്ന് ഇവർ സമ്മതിക്കില്ല. സിയോൻ ഇവിടെയാണ്. ഇവിടെ സിയോൻ എന്ന് പറയുന്നത് ആത്മീയ അർത്ഥത്തിലും
അവിടെ യെരുശലേം എന്ന് പറയുന്ന ആക്ഷരിക അർത്ഥത്തിലുമാണ് ഇവിടെ ഈ സെന്റൻസിൽ ഇവര് പറയുന്നത്. സിയോനും യെരുശലേമിനും ഇടയിൽ ആരാ അവിടെ പോയി നിൽക്കുന്നത്? ഇവരുടെ ഈ കൂടാരത്തെ വിളിക്കുന്നത് സിയോനിലേക്കുള്ള കവാടം എന്ന ഗേറ്റ് വേ ഓഫ് സിയോൺ. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ സ്ത്രീയുടെ സന്തതിയായി ഇപ്പൊ ഇവിടെ ജനിച്ചിട്ടുണ്ട്, ഇമ്മാനുവേൽ എന്ന പേര്. അവർ കണ്ടിട്ടുണ്ട്, 2-3 പേര് ആരാണ്ട് കണ്ടിട്ടുണ്ടെന്ന് അവര് പറയുന്നത്. ഇനിയിപ്പോ അധികം താമസിക്കാണ്ട് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. പ്രവാചകന്റെ പ്രവചനം ശരിയാണെങ്കിൽ 10-12 വർഷത്തിനുള്ളിൽ വെളിപ്പെട്ടില്ലെങ്കിൽ 33.5 വയസ്സൊക്കെ കഴിഞ്ഞു പോകുവരെ. അപ്പൊ പിന്നെ ആദ്യത്തെ വരവ് പോലെ ഒന്നും പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തേലും രണ്ടിലൊന്നും സംഭവിക്കും. ഒന്നെങ്കിൽ ഇത് ഇവര് പറഞ്ഞത് ശരിയാണെന്ന് ഇവര് തെളിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റൊരാളെ അവതരിപ്പിക്കേണ്ടി വരും. ഇതെന്തായാലും നിലനിൽപ്പ് വേണമെങ്കിൽ ആരെങ്കിലും അവതരിപ്പിക്കണം. അത് അവതരിപ്പിച്ചില്ലെങ്കിൽ സംഗതി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപ്പൊ എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെന്തായാലും ആട്ടെ, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. വരാതിരിക്കുന്ന കാര്യമല്ലേ, നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. എന്നാല് ഈ സിയോൻ കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ യെരുശലേമിലേക്ക് ഇവർക്ക് പ്രവേശനം ഉണ്ടെന്നാണ് ഇവര് അവകാശപ്പെടുന്നത്. എങ്ങനെ? ഈ എംപറർ ഇമ്മാനുവേൽ സമ്രാട്ടായി ഈ ഭൂമിയെ ഭരിക്കുവാൻ വരുമ്പോൾ യെരുശലേമിലായിരിക്കും തന്റെ സിംഹാസനം. പക്ഷെ അങ്ങോട്ടുള്ള പ്രവേശനം ഈ സിയോനിലൂടെയാണ്. ഏത്? ഈ ജോസഫ് പൊന്നാറ സാർ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പൊ ഈ പ്രസ്ഥാനത്തിലൂടെ കയറി പോകുന്നവർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനിടയിൽ ഒരുത്തം അത് തടസ്സം ഉണ്ടാക്കി. ഈ തടസ്സം ഉണ്ടാക്കി നിൽക്കുന്ന ആരാന്ന് ഞാൻ പല നിലയിൽ ചിന്തിച്ചു നോക്കി. എനിക്ക് അവസാനം മനസ്സിലായത് ഇവര് സാത്താനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നതെന്നാണ്. യെരുശലേമിനും സിയോനും ഇടയിൽ നിൽക്കുന്നവനോട് കൂട്ടുചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതായത് സാത്താനോട് കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ഇവരുടെ സിയോനിലൂടെ കയറി യെരുശലേമിലേക്കുള്ള പോക്കിന് തടസ്സം നിൽക്കുക എന്നാണ് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ യെരുശലേമിലേക്കുള്ള ഈ പ്രവേശനത്തിന് ആരൊക്കെയോ സാത്താനെ കൂട്ടിയായിരുന്നു ഇവരെ തടഞ്ഞു വെച്ചേക്കുക. അല്ലെങ്കിൽ ഇവര് പണ്ടേ പോയനാട്ടോ, ഇവരെ ഇങ്ങനെ തടഞ്ഞു പിടിച്ചേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇവർക്കാരെയും വിശ്വാസമില്ല, ഒരു മനുഷ്യനെ വിശ്വാസമില്ല. അതിനകത്തുള്ളവരെ വിശ്വാസമില്ല, പുറത്തുള്ളവരെ വിശ്വാസമില്ല. പുറത്തുള്ളവർ അവർക്കെതിരെ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും എഴുതുകയോ എന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്താൽ അപ്പോഴിവര് ചിന്തിക്കുന്നത് ഇവൻ സാത്താന്റെ ആളായിട്ട് വന്നിട്ട് ഞങ്ങളുടെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തെ അതിന്റെ വഴിയിൽ തടുക്കുന്നവനാണ്, അതിന്റെ കൂട്ടാളികളാണ് ഇവരെന്നാ ചിന്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു ദുർനിമിത്തമാണെന്ന് നോക്കി. അകത്തുള്ളവരെ ഇവർക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അവിടെ വ്യാജന്മാരാണെന്നുള്ള ചിന്ത, അവിടെ ഭിന്നതയാണെന്ന്, മൊത്തം ഭിന്നതയാണെന്ന് ഇവർ സമ്മതിച്ചിരിക്കുന്നു. പുറത്തുള്ളിടത്തേക്ക് നോക്കി കഴിയുമ്പോ അവിടെയല്ല ഞങ്ങളുടെ ശത്രുക്കളെ ഉള്ളൂ. എങ്ങനെ ശത്രുക്കളാകാതിരിക്കും? ജോസഫ് സാർ അതല്ലേ പഠിപ്പിച്ചത്? ദൈവം സഭകളെ തകർക്കുവാൻ എംപറർ ഇമ്മാനുവേൽ വരികയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല സഭകളെയും പേര് വിളിച്ച് ഞങ്ങളുടെ ശത്രുക്കളായിക്കോണം പറഞ്ഞേച്ചു പോയപ്പല്ലേ എല്ലാ സഭകളെയും വിളിച്ചു വരുത്തി ശത്രുക്കളാക്കി. എന്നിട്ട് ഇപ്പൊ അവര് കിടന്ന് കരയാണ്, എല്ലാവരും ഞങ്ങൾക്ക് ശത്രുക്കളാണ് എന്ന്. ഞങ്ങൾ പറഞ്ഞല്ല, നിങ്ങൾ ലോകത്തിലെ മുഴുവൻ സഭകളെയും ശത്രുക്കളാക്കി. നിങ്ങളുടെ സാറ് എങ്ങനെ ശത്രുവാക്കി? നിങ്ങളുടെ സഭയെല്ലാം മുടിഞ്ഞു പോകും, ഞങ്ങളുടെ രാജാവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അപ്പൊ അതുകൊണ്ട് എന്നെ കാണുമ്പോഴും ഇതിനെ കാണുമ്പോഴും നമ്മുടെ ഗ്രൂപ്പിലുള്ള സംസാരിക്കുന്ന സഹോദരന്മാരെല്ലാം കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരെല്ലാം യെരുശലേമിനും സിയോനും ഇടയിൽ നിൽക്കുന്നവന്റെ കയ്യെ പിടിച്ച് നിൽക്കുന്നവന്മാരാ, ശത്രു സൈന്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഇവർക്ക് ആരെയും വിശ്വാസം ഇതൊരു മാനസിക നിലതെറ്റലാണ്. അത് ഞാൻ രാവിലെ ഒരു ഉദാഹരണം പറയാം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത് കാണുന്ന ഹിന്ദുവിനെ കാണുമ്പോഴും അപ്പുറത്തെ മുസ്ലിമിനെ കാണുമ്പോഴും അതിനപ്പുറത്ത് ജീവിക്കുന്ന മറ്റൊരു ഏതെങ്കിലും സിഖുകാരനെ കാണുമ്പോഴും ഒക്കെ എനിക്ക് തോന്നുക ഇവരെല്ലാം എന്റെ ശത്രുക്കളാണെന്ന് തോന്നി എനിക്ക് ഭൂമി ജീവിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എനിക്കെതിരെയാണെന്നൊക്കെ തോന്നി തുടങ്ങിയ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പഠിപ്പിക്കൽ കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് അവിടെയുള്ള ആളുകളെ എല്ലാം ഒരു വക മാനസികമായ ഒരു വക വിഭ്രാന്തിയിൽ എത്തിച്ചിരിക്കുകയാണ്. എല്ലാവരും നമുക്കെതിരാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കുറെ കാലം ജീവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകും? അതെവിടെ? ഭിന്നതയും കലക്കവും വ്യാജന്മാരും ഉള്ളിടത്ത് ഈ ചിന്താഗതിയിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും? അധികം താമസിയാതെ കണ്ട് ഈ പ്രശ്നത്തിന് ശരിയായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാനസിക രോഗികളും ആത്മഹത്യകളും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ കൂടാരത്തിൽ. കാരണം അവര് പറയുന്നത് അവർക്കാരെയും വിശ്വാസമില്ല, ചുറ്റുമുള്ളവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണെന്ന്. അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. മക്കളെ ചുറ്റും ശത്രുക്കളാണെന്ന് വിചാരിച്ച് 10 വർഷം 12 വർഷമൊക്കെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വളർത്തിയ പേരൻസിനെ അമേരിക്കയിലും ഒക്കെ സംഭവിച്ച കേസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ആ ഒരു മാനസിക തലത്തിലേക്ക്
ഈ സിയോനിലെ ശിഷ്യന്മാർ ചെന്ന് പെട്ടിരിക്കുകയാണെന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ അവിടുന്ന് ദൈവം രക്ഷിക്കട്ടെ, അവർക്ക് ദൈവം സുബോധം കൊടുക്കട്ടെ. എല്ലാവരും ശത്രുക്കളല്ല, എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു മാനസിക വിഭ്രാന്തിയാണ്. തിരുവെഴുത്ത് അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ശത്രുക്കളെയും സ്നേഹിക്കാനാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. ഞങ്ങളിതൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ശത്രുതയില്ല, വ്യക്തിപരമായി നിങ്ങളോട് യാതൊരു വഴക്കുമില്ല. അത് സിയോനിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തിരുവചന വിരുദ്ധമായ ഉപദേശങ്ങളെയും രീതികളെയും ചട്ടക്കൂടുകളെയുമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ശത്രുതയുമില്ല. നാളെയും നിങ്ങൾ വചനം സംസാരിക്കാൻ ഞങ്ങളുടെ മുന്നിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കാണുന്നത്, എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളാണ്. ഇതൊരു ഒരു 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 ഭീകരമായ മാനസിക അവസ്ഥയാണ് എന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എപ്പോഴും സംഭവിക്കുന്നത് ഈ രഹസ്യാത്മകത എവിടെ വർദ്ധിച്ചു വരുന്നുവോ, വർദ്ധിതമായ രഹസ്യാത്മകത എപ്പോഴും മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന ഒരു മാനസിക തലം അതാ. ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും സംശയം തോന്നും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കൂടുതലായ കള്ളപ്പണമോ സ്വത്തോ എന്തെങ്കിലും സാധനങ്ങളോ നിങ്ങളുടെ വീട്ടിലൊന്ന് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കും രഹസ്യമായിട്ട്. നിങ്ങൾക്ക് സംശയമായിരിക്കും, മുറ്റത്ത് വരുന്നയാളെ അയലോക്കത്ത് വരുന്നയാളെ കഥ കടച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് സംശയമാണ്. നിങ്ങൾ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ നിങ്ങളുടെ പറമ്പിക്കട കയറി നടക്കാൻ പോകുന്നതാണ്, നിങ്ങൾ തിരിച്ചു വരും. സംശയമായിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്കൊരു രഹസ്യമുണ്ട് സൂക്ഷിച്ചു വെക്കാൻ എന്നുള്ളതുകൊണ്ട്. അപ്പം ഇതുപോലെ രഹസ്യാത്മകത കൂടുന്നിടത്ത്, ഉപദേശത്തിൽ രഹസ്യാത്മകത, പ്രവർത്തനത്തിൽ രഹസ്യാത്മകത, മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ എല്ലാം മിസ്റ്റിക്കലാണ്. ഈ രഹസ്യാത്മകത തന്നെയാണ് നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ടാണ് എല്ലാവരെയും ശത്രുക്കളായി കാണേണ്ടത് ഗതികേടിലെത്തിയത്. തുറന്ന് പറയുവാൻ കഴിയാത്ത, മറ്റുള്ളവരോട് നേരിട്ട് പറയുവാൻ കഴിയാത്ത എന്തൊക്കെയോ രഹസ്യമായ ഉപദേശങ്ങൾ ഒക്കൾട്ടിക് ആയിട്ടുള്ള നിലയിൽ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായിട്ട് തോന്നുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉപദേശം ലോകത്തോട് വിളിച്ചു പറ, ഇതാ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ ഉപദേശം എന്ന് പറയൂ. അത് പറയാൻ നിങ്ങൾക്ക് പറ്റാത്ത കാലത്തോളം ഈ സ്ട്രിങ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും. ഈ മാനസിക പിരിമുറുക്കം ഇങ്ങനെ കൂടി ഒരു പരിധി കഴിയുമ്പോൾ സിയോനിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാവും. നിങ്ങൾ അധിക കാലമൊന്നും ആളുകളെ രഹസ്യമായി സ്വാതന്ത്ര്യത്തെ ഭംഗം വരുത്തിക്കൊണ്ട്, ഒരു കൂട്ടത്തെ അടിച്ചമർത്തിക്കൊണ്ട് മിണ്ടരുത്, വായിക്കരുത്, സോഷ്യൽ മീഡിയ തുറക്കരുത്, നോക്കരുത്, പോകരുത്, കേൾക്കരുത്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ആരെയും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ സൂക്ഷിച്ചാൽ എല്ലാവരുടെയും ശത്രുക്കളായിട്ട് കുറച്ചുപേരെ നിങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റില്ല. അത് അധിക കാലം മുന്നോട്ട് പോകില്ല. മനുഷ്യർ ശരീരം മാത്രമുള്ളവരല്ല, അവർ ചിന്തിക്കുന്ന ഒരു ബ്രെയിൻ ഉള്ളവരാ. അവർക്കൊരു മനസ്സുണ്ട്, അവർക്ക് ആത്മാവുണ്ട്. അവരുടെ മനസ്സ് വികലമായാൽ സംഭവം എല്ലാം തെറ്റും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്രമമെല്ലാം തെറ്റിപ്പോവും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ശത്രുക്കളായി കാണുന്ന ഈ ഒരു തലം വിട്ട് പുറത്തേക്ക് വരാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇതാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എല്ലാ ശത്രുക്കളാണ് ഈ പ്രശ്നം. അതെ 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 നമ്മൾ ബ്രദർ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഇതിലൂടെ സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് നടത്തുന്നു, അതുപോലെ ഇവരോട് പ്രതിരോധിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഭാവിയിൽ ഇവരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഇതൊരു ക്രിസ്ത്യാനിത്വം എന്നൊരു അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലും മാത്രം വരുന്ന പ്രശ്നമല്ല. ഇത് നമ്മുടെ സമൂഹത്തിനും അപ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങൾക്കും ഒക്കെ ഒത്തിരി നാശം സംഭവിക്കാൻ പോകുന്ന, അത് ഭാവിയിൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ ഇതിൽ കാണുന്നത്, അല്ലെ? അതെ, സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മനോരോഗികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇവര് പറഞ്ഞ സമയത്ത് ഇവര് പ്രതീക്ഷിച്ചിരിക്കുന്ന, ഇവരുടെ പ്രവാചകൻ പ്രവചിച്ചു എന്ന് പറയുന്ന കാലഘട്ടം കഴിഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് സോഷ്യൽ മീഡിയ സംസാരിക്കാൻ വന്നൊരു സുഹൃത്തിനോട് ഞാനത് ചോദിക്കുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ അദ്ദേഹം എന്റെ ഇൻബോക്സിലാണ് വന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ ശാന്തമായിട്ട് അദ്ദേഹവും കേട്ടു, ഞാനും അദ്ദേഹത്തോട് വളരെ മര്യാദയായ ഭാഷയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ഈ പറയുന്ന കാര്യം സംഭവിച്ചില്ല എങ്കിൽ, നിങ്ങൾ പറയുന്ന എംപറർ ഇമ്മാനുവേൽ വന്നില്ല എങ്കിൽ നിങ്ങളുടെ അവിടുത്തെ ലീഡർഷിപ്പ് എന്തു ചെയ്യും? അവിടെയുള്ളവർക്ക് മാനസിക വിഭ്രാന്തിയോ ആത്മഹത്യയോ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും?
നാളെ നിങ്ങൾ പറയുന്ന കാര്യം അവൻ പോയതുപോലെ വരും. 33.5 വയസ്സ്, 30 വയസ്സിനുള്ളിൽ 30ാമത്തെ വയസ്സിൽ അവന്റെ ദ്വിതീയ ആഗമനം സംഭവിച്ചു, അല്ലെങ്കിൽ ദ്വിതീയ പ്രത്യക്ഷത അത് അവൻ വെളിപ്പെടണം. അത് വെളിപ്പെട്ടില്ല എങ്കിൽ, അവരുടെ ഉപദേശം അനുസരിച്ച് എംബർ ഇമ്മാനുവേൽ വെളിപ്പെട്ടില്ല എങ്കിൽ ഇന്ന് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവര് അലമുറയിട്ട് കരയില്ലേ? അവരുടെ മാനസികാവസ്ഥ തെറ്റിപ്പോവില്ലേ? അവര് വിഭ്രാന്തിയിലേക്ക് പോവില്ലേ? അവരിനി തിരിച്ചു വന്ന് ഏത് സൊസൈറ്റിയിൽ അവർ ജീവിക്കും? അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വേറെ നിലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ആ ഉത്തരവാദിത്വം ലീഡർഷിപ്പ് ഏറ്റെടുക്കുമോ? അവരുടെ പണം പോയില്ലേ? അവരുടെ സമ്പത്ത് എടുത്തില്ലേ? എല്ലാം വിറ്റല്ലേ അവിടെ വന്നിരിക്കുന്ന ആളുകൾ? എന്ത് ചെയ്യും? ഈ വലിയ പ്രശ്നം അടുത്ത 12 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളോട് വിഷമം തോന്നരുത്, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങളായി കണ്ടെത്തണം. ആ പ്രതിവിധി ഒരു കള്ളക്രിസ്തുവിനെ എഴുന്നള്ളിക്കലാകരുതേ. എംബർ ഇമ്മാനുവേൽ ആണെന്നും പറഞ്ഞ് ഏതെങ്കിലും മനുഷ്യനെ പ്രതിഷ്ഠിക്കാനുള്ള പരിപാടി ആരംഭിക്കരുത്. ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നൊരു പ്രതിവിധി കണ്ടെത്തും. ജോസഫ് സാറോ പോയി, നിൽക്കുന്നവർക്കെങ്കിലും മാറ്റി ചിന്തിക്കാമല്ലോ. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്ന പ്രതിവിധി. ഞങ്ങൾക്കിതേ പറയാൻ പറ്റുന്നുള്ളൂ, മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും. ഓക്കെ ബ്രദറെ, അടുത്ത നമ്മളൊരു വിഷയത്തിലേക്ക് കടന്നു പോകുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഉടമ്പടി ദൂതന്റെ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സാറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഈ സാർ ആരാന്നറിയാം. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ രക്തത്തിന് ദൈവത്തിന്റെ പ്രതികാരം ചൊരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ രക്തത്തിന് ദൈവത്തിന്റെ പ്രതികാരം ചൊരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതെ ബ്രദറെ, ഇത് അവരുടെ ഇടയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി കൊടുത്ത നോട്ടീസാണല്ലോ. ഈ നോട്ടീസിലാണ് ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സാറിന്റെ അഥവാ ഉടമ്പടി ദൂതൻ ജോസഫ് പന്നാറ സാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഉടമ്പടിയുടെ ദൂതനായിരിക്കുന്ന ജോസഫ് സാറിന്റെ മരണം സംഭവിച്ചതിന് ശേഷം വന്ന ഒരു പ്രയർ മാറ്ററാണിത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ സർക്കുലേറ്റ് ചെയ്ത ഒരു പേപ്പറാണിത്. ഈ പേപ്പറിലാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്, ജോസഫ് സാറിന്റെ മരണത്തിന്, ഈ മരിച്ച ആളുടെ മരണത്തിന് ദൈവം പ്രതികാരം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്താണ് ഈ പറയുന്നത്? എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഇത് പ്രാർത്ഥിക്കാൻ അവരുടെ വിശ്വാസികളോട് ആവശ്യപ്പെടുക എന്ത്? ജോസഫ് സാറ് മരിച്ചതിന് ദൈവം പ്രതികാരം ചെയ്യണം. ആരോട് പ്രതികാരം ചെയ്യണം? ആരോടാ പ്രതികാരം ചെയ്യേണ്ടത്? ജോസഫ് സാറിന്റെ മരണം ഇവിടുത്തെ നല്ല ഹൈ ലെവൽ ഹോസ്പിറ്റലല്ലേ അദ്ദേഹത്തെ കൊണ്ടുപോയത്? മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാർ ഇവിടെ ഇല്ലേ? സ്വാഭാവികമായ സ്ട്രോക്ക് വന്നതിന് ശേഷം രോഗത്താൽ ബാധിതനായി മരിച്ച മരണമല്ലേ? ആ മരണത്തിന് ദൈവം ആരോടാ പ്രതികാരം ചെയ്യേണ്ടത്? ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ജോസഫ് സാറിന് പ്രയാസം വന്നപ്പോഴും സ്ട്രോക്ക് വന്നപ്പോഴും ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചതും നിങ്ങൾ തന്നെയല്ലേ? ഇവര് തന്നെ ശുശ്രൂഷിച്ചു, ഇവര് തന്നെ മരണത്തിന് സാക്ഷികളായി നിന്നു. അദ്ദേഹത്തിന്റെ ശവോടക്ക് വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന് ഒരു യാത്രായപ്പും കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഇവര് പ്രാർത്ഥനയ്ക്കായി പറഞ്ഞു കൊടുക്കുകയാണ്, ജോസഫ് സാറ് മരിച്ചതിന് ദൈവം പ്രതികാരം ചെയ്യണം. ആരോട് ചെയ്യണം ദൈവം? രോഗം വന്ന് മരിച്ച ആൾക്ക് വേണ്ടി ദൈവം ആരോട് പ്രതികാരം ചെയ്യണം? അങ്ങനെ പ്രതികാരം ചെയ്യാൻ പ്രാർത്ഥിക്കണമെന്ന് ഇവര് പ്രാർത്ഥനാ വിഷയം എഴുതി കൊടുത്തെങ്കിൽ എന്റെ സംശയം, ജോസഫ് സാർ എങ്ങനെയാ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ എന്തോ നിഗൂഢത ഇവർക്ക് മാത്രം അറിയാവുന്നു. ഇവര് മാത്രം അറിയുന്ന എന്തോ രഹസ്യമുണ്ട് അതിനകത്ത്. അത് അന്വേഷണ വിധേയമാക്കണം. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. ജോസഫ് സാറിനെ ആരെങ്കിലും കൊന്നോ? ജോസഫ് സാറിനെ ആരെങ്കിലും ആക്രമിച്ചോ? ജോസഫ് സാറിന്റെ മരണത്തിന് ആരെങ്കിലും ഉത്തരവാദിയാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അപ്പൊ ജോസഫ് സാറിന്റെ മരണം സ്വാഭാവിക മരണമാണെന്നാണ്, സ്ട്രോക്ക് വന്നിട്ടുണ്ടായ മരണമാണ്. അതില് പിന്നീട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് രക്ഷപ്പെട്ടില്ല അദ്ദേഹം. ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. ആ ഒരു മരണം എന്നല്ലാതെ കണ്ട് ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടും ഉണ്ടായിട്ടില്ല, മറ്റൊന്നും. ഇതുവരെ നിങ്ങൾ ഒരു കേസും ഫയൽ ചെയ്തിട്ട്. പക്ഷെ നിങ്ങൾ ദൈവത്തോട് പറയുകയാണ് ജോസഫ് സാറിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം. ആരോട് ചെയ്യണം?
ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ആർക്കെതിരെയാണ് ദൈവം പ്രതികാരം ചെയ്യേണ്ടത്? ഈ പ്രാർത്ഥന ഇങ്ങനെ എഴുതി കൊടുത്ത് അവരുടെ ജനത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുവെങ്കിൽ ഞാൻ സംശയിക്കുന്നു ജോസഫ് സാറ് മരിച്ചത് മറ്റേതോ വിധത്തിലാണെന്ന് ഇവർ ചിന്തിക്കുന്നു. മറ്റെങ്ങനെയാണ് ജോസഫ് സാറ് മരിച്ചത് നമ്മളും ചിന്തിക്കേണ്ടി വരും. അവര് തന്നെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ, നമ്മളാരും എഴുതിയതല്ലല്ലോ. മറ്റേത് വിധത്തിലാണെന്ന് അവര് ലോകത്തോട് വെളിപ്പെടുത്തട്ടെ, അവര് തന്നെ വിളിച്ചു പറയട്ടെ. ജോസഫ് സാറ് മരിച്ചത് ഇങ്ങനെ സ്വാഭാവിക മരണമായിരുന്നില്ല, രോഗം വന്ന് സ്ട്രോക്ക് വന്ന് മരിച്ചതല്ല, മറ്റെന്തോ കാരണത്താൽ, അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അവര് വെളിപ്പെടുത്തട്ടെ. അല്ല ദൈവം ചുമ്മാ ആർക്കെങ്കിലും വേണ്ടി പ്രതികാരം നടക്കുന്ന ആളാണോ? ഒരു കാരണവുമില്ലാതെ കണ്ട് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും ജോസഫ് സാറ് മരിച്ചതിന് നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ജോസഫ് സാറിനെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ ജോസഫ് സാറിനെ വഴക്കുണ്ടാക്കാൻ ആരെങ്കിലും പോയിട്ടുണ്ട്? ആരുമില്ല. പിന്നെ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്? അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇവരങ്ങ് ചിന്തിക്കുകയാണ് ജോസഫ് സാറിന്റെ മരണത്തിന് വേറെ ആളുകൾ ഉത്തരവാദികളാണ്. അതൊരു ഒരു മാനസിക അവസ്ഥയാണെന്ന്. ഇപ്പം എന്റെ അപ്പൻ രോഗം വന്ന് മരിച്ചു, ഞാൻ ചിന്തിക്കുകയാണ് എന്റെ അപ്പൻ രോഗം വന്ന് മരിച്ചതിന് കാരണം അപ്പുറത്തെ വീട്ടിൽ ചേട്ടനാന്ന് പറഞ്ഞാൽ ഇത് ചിന്തിച്ചു നോക്കാം. അത് ആളുകൾ എന്ത് പറയും എന്നെ കുറിച്ച്? വളരെ മോശമായിട്ട് ആളുകൾ പറയില്ലേ, നീ എന്ത് മനുഷ്യനാണെന്ന് ചോദിക്കില്ലേ? അതേ രീതിയാണിത്. അപ്പൊ ഈ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ സ്ഥിതിയാണ് ഇതിന്റെ ലീഡർഷിപ്പിന് ഇന്നും ഉള്ളത്. ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് നിലവിലെ ലീഡർമാരായിരിക്കില്ലേ, ലീഡേഴ്സ് ആയിരിക്കില്ലേ, അവിടുത്തെ ശുശ്രൂഷകരായിരിക്കില്ലേ, അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധവും ഇല്ലേ? സ്വാഭാവികമായ രോഗം വന്ന് മരിച്ച ഒരാളെ കുറിച്ച് ദൈവം പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പ്രതികാരം ചെയ്യാനാണ് ദൈവം? ഉപദേശിച്ച് ഈ എന്താ പറയുന്നത്, ഈ രഹസ്യാത്മകത കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അവർ മറ്റൊരു രഹസ്യം ഉണ്ടാക്കുകയാണ്. ജോസഫ് സാർ ഇപ്പോഴൊന്നും മരിക്കേണ്ട ആളായിരുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു, ഇമ്മാനുവേൽ വന്നു കഴിഞ്ഞ് മാത്രമേ മരിക്കുള്ളായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവങ്ങൾ ഇരിക്കുകയായിരുന്നു. പക്ഷെ മരിച്ചു പോയല്ലോ. അങ്ങനെ മരിച്ചെങ്കിൽ അതിന്റെ കാരണം വേറെ ആരാണ്? എന്തോ കാരണമുണ്ട്, ആരോ ഇദ്ദേഹത്തിന്റെ പണി കൊടുത്ത എന്നുള്ള ചിന്ത വരിക. ഇതിന് പറയണ്ടേ? എന്താ വിളിക്കണ്ടേ ഇതിന്? ഈ മാനസികാവസ്ഥയ്ക്ക് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. അദ്ദേഹം ഇപ്പൊ തിരിച്ചു വരാമെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. അദ്ദേഹം ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം പറയാം, എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഇങ്ങനെയൊന്നും നുണ പറഞ്ഞു വരത്തല്ല, ഞാൻ മരിച്ചത് സ്ട്രോക്ക് വന്നാ, അല്ലാണ്ട് വേറെ ആർക്കും എതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറയും. അദ്ദേഹം ഈ പഠിപ്പിച്ച ഉപദേശങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ലീഡർമാരെക്കാളും നല്ല ആളായിരുന്നു തോന്നുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇത്ര ഒന്നിമാര് വഷളായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഏതാണ്ട് ഒരു ക്രമമൊക്കെ ഉണ്ടായിരുന്നു. ഉപദേശപരമായി ജോസഫ് സാറിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഏതാണ്ട് ഒരു മര്യാദയായിട്ട് ഇവരൊക്കെ ഒരു മെരുക്കി കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നാദിനുള്ള കളരിയാണ്, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട്. എന്താ എഴുതി കൊടുക്കുന്നത്, എന്താ പ്രാർത്ഥിക്കുന്നത്, എന്താ വിളിച്ചു പറയുന്നത്, യാതൊരു വെളിവുമില്ല. ആ ഒരു സ്ഥിതിയിലെത്തി. ഒരു അവസ്ഥാവിശേഷം നോക്കണേ. ഇത് എത്ര കാലം ഇങ്ങനെ പോകുമാവും? അപ്പൊ ജോസഫ് സാറിന്റെ മരണത്തിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല കേട്ടോ. ഞങ്ങൾക്കെതിരെ പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ ആരും പ്രാർത്ഥിച്ചേക്കരുത്. ഞങ്ങൾ ആരും അതിന് ഉത്തരവാദികളല്ല. ദൈവം തമ്പുരാന്റെ പ്രവൃത്തിയാണത്. ദൈവമാണ് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവമായ കർത്താവിന്റെ കാര്യങ്ങളിലാണ്, നമ്മുടെ ആരും കയ്യിലല്ല. അപ്പൊ ദൈവമാണ് ഒരു മനുഷ്യൻ എപ്പോഴും വരെ ജീവിക്കണം, എത്ര നാൾ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് ദൈവത്തോട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഴയ നിയമമാണ്. രക്തപ്രതികാരകൻ ഒക്കെ എഴുന്നേറ്റ് വരും, ഓടിച്ചിട്ട് കൊല്ലും, എന്താ പറയുന്നത്, സംഗത നഗറിലേക്ക് ഓടിച്ചെന്ന് കയറുക. ഈ ഒരു ലെവല് വിട്ട് നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരൂ, അപ്പൊ കാര്യങ്ങളെല്ലാം മാറും. ഇതാണ് ഈ ജോസഫ് സാറിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം എന്നുള്ള പ്രാർത്ഥന. എനിക്ക് ഒരു നിലയിലും ബിബ്ലിക്കലായിട്ട് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഒരു പശ്ചാത്തലം അതിനില്ല. ഇതൊരു ഭീഷണി പ്രാർത്ഥന വരും. ഇവരെന്താ പ്രാർത്ഥിച്ചത് പോലും? ആർക്കെതിരെയാണ് അവ പ്രാർത്ഥിച്ചത്? ആർക്കെതിരെയാ പ്രാർത്ഥിക്കുന്നത്? ആർക്കെതിരെ പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവത്തിനെതിരെ തന്നെയുള്ള പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥന കേൾക്കുന്നത് ആരാണെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള പ്രാർത്ഥന ഇതിപ്പോ എന്താ പറയുന്നത്, ഈ പ്രാർത്ഥന ദൈവത്തിനെതിരെ തന്നെയുള്ള പ്രാർത്ഥനയായി പോവില്ലേ? മരണത്തിന്റെ എന്താ പറഞ്ഞ, മരണാധികാരിയായ പിശാചിന്റെ തലയെ കർത്താവ് തകർത്തു ഇല്ലേ? മരണത്തിന്റെ അടിമകളായിരുന്നവരൊക്കെ വിടിവെച്ചു. ഇനിയിപ്പോ മരണത്തിന്റെ അധികാരം സാത്താന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ മരിച്ചുപോയ ഒരാൾക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളോ രീതികളോ ഒന്നും മനുഷ്യരായ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല.
ഇവർക്ക് അത് അത്രയും പോലും മനസ്സിലായില്ലെന്ന്. നമ്മളെന്തെങ്കിലും ചോദിച്ചവര് പറയുന്നത് കൊറോണക്കാലും വലുത് നിനക്ക് വരാനിരിക്കുന്നു എന്നാ പറയുന്നത്. എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ചാലേ ഇവര് പറയുന്നത് നമുക്ക് കൊറോണക്കാലും വലുതെന്തോ വരാനിരിക്കുന്നു. നമ്മൾ ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അതെന്താണെങ്കിലും വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ അറിയാലോ, കൊറോണ ഒക്കെ സിമ്പിൾ സാധനം, അതിലും കൂടിയ സാധനം വരുന്നുണ്ടെന്നുള്ളത്. അതിപ്പോ ഇതൊക്കെ ഞങ്ങളും പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങള് പറയുമ്പോ തന്നെ ഇതൊന്നും നമ്മൾ എവിടെയെങ്കിലും ഉണ്ടായിക്കൊണ്ടിരുന്ന കഥകളല്ല, തെളിവ് സഹിതം അവര് തന്നെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അവര് കാണിച്ചിട്ട് നമ്മൾ അതിന് മറുപടി പറയുന്നത്. കാരണം നമ്മൾ ഈ പോസ്റ്റെങ്കിലും അവര് പറയുന്ന അഭിപ്രായമുണ്ട്, നമ്മൾ വ്യാജം പ്രചരിപ്പിക്കും. അവരുടെ പ്രാർത്ഥന കാണിച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം എന്നുള്ളത് ഈ ജോസഫ് സാറിനുള്ള ബന്ധത്തിൽ തന്നെ അവരുടെ ഒരു പ്രാർത്ഥന വിഷയമാണ് ഉടമ്പടി ദൂതനിൽ ദൈവമഹത്വം പൂർത്തീകരിക്കപ്പെടുന്നതിനും സിയോനിൽ പുനഃസ്ഥാപിക്കപ്പെട്ട നീതിയുടെ സദ്വാർത്ത ശുശ്രൂഷകൾ മഹത്വപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഉടമ്പടി ദൂതൻ എന്ന് അവരവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ജോസഫ് പൊന്നാറ സാറിനെ തന്നെയാണ്. അപ്പോൾ ഈ ജോസഫ് പൊന്നാറ സാറിന് എന്ത് ഉടമ്പടിയാണ് ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ഉടമ്പടിയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് ഇത് വായിക്കുന്ന ആർക്കും തോന്നുന്ന സ്വാഭാവികമായ സംശയമാണ്. ആ സംശയം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം കൊണ്ടുവന്ന ഉടമ്പടി എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഉള്ള ഉടമ്പടി എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് ജോസഫ് സാറിനെ ഉടമ്പടിയുടെ ദൂതൻ എന്നൊക്കെ പറഞ്ഞവര് വിളിക്കുന്നതിന് കാരണം മോശ പറയുന്നുണ്ടല്ലോ, ജനത്തിനിടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് നൽകും. അപ്പൊ ആ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തു ആണെന്ന് പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം പത്രോസ്ലീഹയും അതുപോലെ സ്തെഫാനോസും പ്രസംഗത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ യേശുക്രിസ്തു പുതിയ നിയമം വന്ന പുതിയ ഉടമ്പടിയുമായിട്ടാണ് വന്നത്. മോശ മുഖാന്തരം കൊണ്ടുവന്ന ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തനാണ്. മോശയെ പോലുള്ള പ്രവാചകൻ യേശുക്രിസ്തു ആകുന്നതിന് കാരണം ഇവർ രണ്ടുപേരും ഉടമ്പടിയുടെ മധ്യസ്ഥന്മാരായിരുന്നു. എന്നാൽ ഇവിടെ ജോസഫ് പൊന്നാറ സാർ എന്ത് ഉടമ്പടിയാണ് കൊണ്ടുവന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇവര് കൊണ്ടുവന്നു എന്ന് പറയുന്ന ഇതൊക്കെ കൊണ്ടുവന്നു എന്നും പറഞ്ഞ് ഇവര് പറയുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അത് വളരെ മിസ്റ്റിക്കലാണ് കേട്ടോ. ഒരുപാട് ജോസഫ് പൊന്നാറ സാറിനെ ഇവർ ഏതൊക്കെ നിലയിലാ പറയുന്നതെന്നുള്ളത് അത് മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ട സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. അത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഞാൻ മറ്റൊരു വീഡിയോ തന്നെ ചെയ്ത് ദൈവം അനുവദിച്ചാൽ നമുക്കത് ഇടാമെന്ന് വിചാരിക്കാം. അപ്പൊ ജോസഫ് പൊന്നാറ സാർ ഈ ഉടമ്പടി കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഈ സദ്വാർത്ത കൊണ്ടുവന്ന ദൂതനാണ് ഇദ്ദേഹത്തിന് മാത്രമാണ് ദൈവപിതാവിന്റെ നാമം എന്തെന്ന് വെളിപ്പെട്ടിട്ടുള്ളൂ. ദൈവപിതാവിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകനാണ് ഇദ്ദേഹം. ദൈവപിതാവിന്റെ നാമം യേശു എന്നാണ്. ഇവരതുകൊണ്ട് ഇപ്പൊ ഇവരുടെ എല്ലാം പേരിന്റെ മുന്നിൽ അപ്പന്റെ പേര് മുന്നൽ ചേർത്ത് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പൊ നിതിന്റെ പേര് പറയുവാണെങ്കിൽ യേശു നിതിൻ എന്ന് വിളിക്കും, നിതിന്റെ മുഴുവൻ പേര്. ഷിജുവിന്റെ പേരാണെങ്കിൽ യേശു ഷിജു എന്ന് വരും. അപ്പം ഈ പിതാവിന്റെ നാമം ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആകുന്നത്. അപ്പൊ അങ്ങനെ പിതാവിന്റെ നാമം ചേർത്ത് പറയാൻ വേണ്ടി പിതാവിനെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആള് യേശുക്രിസ്തു പോലും അത് ചെയ്തില്ല, ഇദ്ദേഹമാണ് അത് ചെയ്തതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ സദ്വാർത്തയുടെ ഈ ഉടമ്പടിയും ഈ ഉപദേശവുമായിട്ട് വന്ന് ഇവരെ എംബർ ഇമ്മാനുവേൽ വരുമെന്ന് പഠിപ്പിച്ചതും പിതാവിനെ പരിചയപ്പെടുത്തി കൊടുത്തതും പിതാവിന്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തതും സ്നേഹിക്കാൻ ഒരു അമ്മയുണ്ടെന്ന് പഠിപ്പിച്ചതും എല്ലാം പൊന്നാറ സാറാണ്. അപ്പൊ ജോസഫ് പൊന്നാറ സാർ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവര് ഇദ്ദേഹത്തെ ഉടമ്പടിയുടെ ദൂതൻ എന്ന് വിളിക്കുന്നത്. ഈ ദൂതൻ ചെയ്തിരിക്കുന്ന ഉടമ്പടി അനുസരിച്ച് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ 1,44,000 ജീനുകളാണല്ലോ ഇവരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്, ഈ സിയോനിലൂടെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീനുകളെല്ലാം കൂടെ വന്ന് കയറിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഉപദേശപരമായിട്ട് അവരത് സത്യമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ മറുവശമൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ഇതെല്ലാം മലയാളികളാണെന്നുള്ളത്. ദൈവം ഇത്രയും വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ട്, ഞാൻ പറയുന്നില്ല അവരുടെ തിയോളജി അനുസരിച്ച് ഞാൻ പറയുന്നത്, ഇത്രയും വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് യാക്കോബിൽ നിന്ന് ജനിച്ചവരല്ലാത്തവരാരും ദൈവത്തിന്റെ മക്കളല്ലെന്ന് പൊന്നാറ സാറ് പ്രസംഗിച്ചിട്ട് ഇവരെല്ലാം യാക്കോബിൽ നിന്ന് ജനിച്ചവരും യഹൂദിന്റെ ജീനുള്ളവരുമാണെന്ന് ഇവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കുഴപ്പം, ഇതുങ്ങളെല്ലാം മലയാളികളാണ്. അത് ഇംഗ്ലണ്ടിൽ കിടന്നാലും അമേരിക്ക കിടന്നാലും ഓസ്ട്രേലിയ കിടന്നാലും ഇനിയിപ്പം പൂനെയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും സിയോനിലേക്ക് വരുന്നവരെല്ലാം മലയാളികൾ. അപ്പൊ ഈ
ഇവര് ഈ ജീനുള്ളവരെല്ലാം മലയാളികളായി ജനിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ആഫ്രിക്കൻ രാജ്യത്തുള്ളവരും ചൈനക്കാരും അമേരിക്കൻസും അതുപോലെ തന്നെ മംഗോളിയൻസും ഇവരുടെ ഇടയിൽ നിന്ന് ഒരു ഒറ്റ ജീന് പോലും അങ്ങോട്ട് പോയില്ലെന്ന്. എല്ലാ ജീനും മലയാളികൾ കയറി വന്നെന്നുള്ള. അപ്പൊ ഈ ഉടമ്പടി മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഉടമ്പടിയായിട്ടാണ് ജോസഫ് പൊന്നാറ സാറ് വന്നത്. മോശ കൊണ്ടുവന്ന ഉടമ്പടി ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും 12 ഗോത്രങ്ങളോട് ചേർന്ന് ജീവിക്കാൻ താല്പര്യമുള്ള ജാതികൾക്കും വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി. യേശുക്രിസ്തു കൊണ്ടുവന്ന ഉടമ്പടി ലോകത്തിലെ സകല ജാതികൾക്കും വേണ്ടിയിട്ടാണ്. അതിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന ഉടമ്പടിയുമായിട്ടാണ് യേശുക്രിസ്തു വന്നത്. തന്റെ രക്തം കൊണ്ട് തീർത്ത പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി. ജോസഫ് പൊന്നാറ സാർ കൊണ്ടുവന്ന ഉടമ്പടി അത് മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഉടമ്പടിയാണ്. കാരണം ജോസഫ് സാറിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, മറ്റൊരു ഭാഷ അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ ഒരു പ്രസംഗം പോലും ഒരു ഇന്റർനെറ്റിൽ പോലും പറയാൻ സാധിച്ചില്ല. ഇസ്രായേലിനോട് പ്രവചിക്കുന്നവരെ മലയാളത്തിലാണ്. ഇസ്രായേലിനോട് പ്രവചിച്ചത് പോലും മലയാളത്തിലാ. ഇസ്രായേലെ കേൾക്ക. അത് ഏതാ ആ ഇസ്രായേല്? ഇവിടെ മുന്നിലിരിക്കുന്ന മലയാളികളായ ഇസ്രായേലിനോടാ പറഞ്ഞത്. അപ്പം ജോസഫ് സാറ് കൊണ്ടുവന്ന ഉടമ്പടി സിയോന്റെ ഉടമ്പടിയാണ്. സിയോനിലുള്ള മലയാളികൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയാണ്. അത് വളരെ ചുരുങ്ങിയ കുറച്ച് പേർക്ക് വേണ്ടിയുള്ള ഉടമ്പടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ആ ഉടമ്പടി വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ഇപ്പൊ ഇവിടെ ഉണ്ട് എന്നങ്ങ് വിശ്വസിച്ചാൽ മതി. പക്ഷെ ഇതൊരു ഉടമ്പടി ആണോ അതോ ഒരു വ്യാജമാണോ എന്നുള്ളത് തിരുവെഴുത്തിൻ പ്രകാരം വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കും. മറ്റൊരു ഉടമ്പടിയുടെ ദാതാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ ഒരിടത്തും പറയുന്നില്ല. അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ അരിച്ചു പെറുക്കി പരിശോധിച്ചാൽ മൂന്നാമതൊരു ഉടമ്പടിയുമായി ഒരാൾ വരുമെന്നുള്ളത് തിരുവെഴുത്തിൽ ഒരിടത്തുമില്ല. എല്ലാം നിവൃത്തമാക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനാണ്. എബ്രായ ലേഖനമൊക്കെ ഒന്ന് ശരിക്ക് പഠിച്ചിരുന്നുവെങ്കിൽ ജോസഫ് സാർ ഇങ്ങനെ തെറ്റിപ്പോകില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല. ഒന്നാമത്തെ ഉടമ്പടിയുടെ ഭാഗപ്പഴ എന്തായിരുന്നു, രണ്ടാമത്തെ ഉടമ്പടി കൊണ്ടുവന്ന ആൾ എന്താ ചെയ്തത്, ഇനി ഈ ഉടമ്പടിക്ക് മാറ്റം ഉണ്ടാകുമോ, ഇതെല്ലാം എബ്രായ ലേഖനത്തിലുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തില്ല? എബ്രായ ലേഖനം പഠിക്കേണ്ടതിന് പകരം പോയിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിച്ചുണ്ട്. അവിടെ പറ്റിയതാ കുഴപ്പം. കാരണം അവിടെ ഉണ്ട് പിന്നെ ഉടമ്പടിയുടെ കാര്യം. പക്ഷെ അത് ഒന്നാമത്തെ വരവിലാണെന്നുള്ള കാര്യം ഇതിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒന്ന് കമ്പൈൻ ചെയ്യാൻ, ഒന്ന് യോജിപ്പിച്ച് പഠിക്കുവാൻ അദ്ദേഹത്തിന് ഇണവചനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. യഥാർത്ഥ ഇണവചനത്തെ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. അദ്ദേഹം കാളയെയും കഴുതയെയും കൂട്ടിക്കെട്ടുക ചെയ്തേ. അതാണ് എപ്പോഴും സംഭവിച്ചു പോയത്. അങ്ങനെ ഇണയല്ലാത്തതിനെ അദ്ദേഹം കൂട്ടിപ്പിരിച്ചു വെച്ചിട്ടാണ് ഉപദേശം സ്ഥാപിച്ചത്. ശരിയായ ഇണവചനങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് മറവായിരിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ഉടമ്പടിയുടെ ദൂതനെന്ന് അവർ വിളിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു അതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായത് കേട്ടോ. ഓക്കെ, അവസാനം ഈ നോട്ടീസിൽ അവസാനം ഉള്ളൊരു ഭാഗമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന വളരെ തമാശ കോമഡി പറഞ്ഞൊരു സംഭവമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാരും ചിരി വരും. കാരണം ഇവരെല്ലാ ഇതിന്റെ ഭാഗത്തും ആദ്യം തൊട്ട് ഓരോന്നും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പോയിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് എഴുതിയിരിക്കുന്നു, ഈ രീതിയിൽ മാത്രമാണ് യേശു ബഥേലിൽ ആരാധന നടത്തേണ്ടത്. ഇവർക്ക് ആരാധന എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ ഒരു തിരിച്ചറിവും ബോധവും ഇല്ലാത്ത രീതിയിലാണ് ഈ നോട്ടീസ് അടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ അവിടെ നടക്കുന്നത് ഈ രീതിയിലാണ്. കാരണം ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് അവർക്ക് പ്രാർത്ഥന എന്താണെന്നോ ആരാധന എന്താണെന്നോ എന്തുവാണ് അവർ ചെയ്യുന്നതെന്ന് പോലും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അവരവിടെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അഭിപ്രായം അതൊരു പക്ഷെ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന്റെ കുഴപ്പമായിരിക്കും. ജോസഫ് സാർ ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് സംഭവിക്കാമെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. അവർക്ക് ആരാധനയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അവിടെ ഉടമ്പടിയുടെ ദൂതനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു സൂചനയും കൂടെ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് അതിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അവിടെ പറയുന്നത് അത് അദ്ദേഹം ഉടമ്പടിയുമായിട്ട് വന്നിട്ട് അദ്ദേഹം അത് പൂർത്തീകരിച്ചില്ല. ദൈവമഹത്വം പൂർത്തീകരിക്കപ്പെടേണ്ടതിന്, ഉടമ്പടിയുടെ ദൂതനിൽ ദൈവമഹത്വം പൂർത്തീകരിക്കപ്പെടേണ്ടതിന്. അപ്പോ അപ്പം അവര് തന്നെ സമ്മതിക്കുകയാണ്. ജോസഫ് സാറ് എന്തോ ഉടമ്പടി കൊണ്ട് വന്നു. ആ ഉടമ്പടി എന്താന്ന് മാത്രമേ മുമ്പേ പറഞ്ഞുള്ളൂ. ഈ കൊണ്ടുവന്ന ഉടമ്പടി അത് പൂർത്തീകരിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണാവോ ഈ പൂർത്തീകരിച്ചില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇവര് ജോസഫ് സാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിചാരിച്ചോ നമുക്കറിയില്ല. ഇനി ഉയർത്തെഴുന്നേറ്റുമെന്ന് കാത്തിരുന്നോ അതും നമുക്കറിയില്ല. എന്താണെങ്കിലും വീഡിയോസ് അവർ പറയുന്നുണ്ട്. ജോസഫ് സാർ വന്നേ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരിത്, പിന്നെ
ഒരു രൂപം, ഒരു വെളുത്ത രൂപം കാണിച്ചിട്ട് ജോസഫ് സാറാണെന്ന് പറയുന്ന വീഡിയോസ് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം ഉടമ്പടിയുടെ ദൂതൻ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവർ ചിന്തിച്ച് കാണുമായിരിക്കും. അതായിരിക്കും പൂർത്തീകരിക്കപ്പെടേണ്ടതിന്. മരിച്ച ഉടനെ വല്ല ഇറങ്ങിയ നോട്ടീസ് ആണെങ്കിലോ ഇത്. ഈ അതല്ലെങ്കിൽ മറ്റൊരു ചിന്ത വരുന്നത്, ഈ ഉടമ്പടിയുടെ ദൂതൻ തന്റെ ദൈവമഹത്വം തന്നിലൂടെ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ കണ്ടാണ് പോയതെന്നാണ് ഈ നോട്ടീസിലൂടെ അവർ പറയുന്നത്. ദൈവമഹത്വം പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അദ്ദേഹം എന്ത് ഉടമ്പടി കൊണ്ടുവന്ന് എന്ത് ശുശ്രൂഷയ്ക്കായിട്ട് വന്നെന്ന് ഇവര് ചിന്തിക്കുന്നുവോ അതുപോലും തീർക്കാൻ പറ്റാതാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അപ്പം അപൂർണമാക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ വക്താവായിട്ടാണ് ജോസഫ് പൊന്നാറ അവരുടെ വാക്കുകളിൽ ഇന്നും ഇരിക്കുന്നത്. നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ ഒരു പ്രവാചകനും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിക്കാതെ കണ്ട് ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാതെ കണ്ട് അവരാരും പോയിട്ടില്ല. ജോസഫ് പൊന്നാറ സാറ് പ്രവാചകൻ എന്നൊക്കെ അവകാശപ്പെട്ടു, ഉടമ്പടിയുടെ ദൂതൻ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ തന്നെ ഏൽപ്പിച്ച കാര്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവ് ഉടമ്പടി പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി വന്ന കർത്താവ് മരിക്കുമ്പോ എന്താ പറഞ്ഞത്? തെറ്റരസ്ഥായി ഇതാ ഞാൻ പൂർണ്ണമാക്കിയിരിക്കും, നിവൃത്തിയാക്കിയിരിക്കുന്നു, എല്ലാം ചെയ്യേണ്ടതെല്ലാം തന്നെ ഏൽപ്പിച്ചതെല്ലാം ചെയ്തു. എന്നിട്ടാണ് കർത്താവ് മരിച്ചിട്ട് ഉയർന്നത്. ഇവിടെ ഇതാ പാവൻ ജോസഫ് പൊന്നാറ സാറ് ഇവര് തന്നെ പറയുന്നു അദ്ദേഹം അത് പൂർണ്ണമാക്കിയിട്ടില്ല, അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ഇനിയും കിടക്കാണ് ബാക്കി. അത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് പോയ മനുഷ്യനായിട്ടാണ് ചരിത്രത്തിൽ ഇവര് തന്നെ അദ്ദേഹത്തെ കുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളിത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവര് ഏതെങ്കിലും പുസ്തകമൊക്കെ പൊന്നാറ സാറിനെ കുറിച്ച് എഴുതാമെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ തിരുത്തി അവർ പറയുമായിരിക്കും. ഈ നോട്ടീസൊക്കെ എടുത്ത് പറപ്പിച്ചിട്ട് അവർ വേറെ നിലയിൽ എഴുതി വെക്കുമായിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൽ ദൈവമഹത്വം പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. പൂർത്തീകരിക്കപ്പെടാത്ത ഒരു ശുശ്രൂഷയും ദൈവമഹത്വവുമായി അദ്ദേഹം ലോകത്തിൽ നിന്ന് കടന്നുപോയി. പിന്നെ മുമ്പേ പറഞ്ഞ ഇന്നത്തെ അവര് പ്രാർത്ഥന എന്താണ്, ആരാധന എന്താണ്, ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇത് മാത്രമല്ല, പ്രാർത്ഥന ആരാധന അവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാനും പഠിപ്പിക്കുവാനും സാധിക്കും. ഒരിക്കലും സാധിക്കില്ലല്ലോ. അവര് പ്രാർത്ഥിക്കണം 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 എന്ന് എല്ലാ പാരഗ്രാഫിന്റെയും അവസാനം, എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെയും അവസാനം പ്രാർത്ഥിക്കണം 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 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ട് പറയാണ് ഇങ്ങനെ മാത്രമേ യേശു എൽബേദലിൽ ആരാധിക്കാൻ പാടുള്ളെന്ന്. ഇങ്ങനെ മാത്രം, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇങ്ങനെ മാത്രം. ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ മാത്രം. അതായത് തികച്ചും ഒരു അടിമ സമ്പ്രദായം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ബൗദ്ധിക അടിമത്വം. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന വാക്ക് പിന്നെയും പറയാണ്. ഒരു ബൗദ്ധിക അടിമത്വം അവിടെ ജനത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് മാത്രമേ പറ്റുള്ളൂ, മറ്റൊന്നും പാടില്ല, ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ, മറ്റൊരു നിലയിലും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അനുസരിക്കാൻ മനസ്സുള്ളവർ അവിടെ പോയി അടിമയായിട്ട് കിടക്കുന്നത് കേട്ടോ. എത്ര കാലം ഈ അടിമകളെ ഇങ്ങനെ പോറ്റി പുലർത്തി കൊണ്ടു നടക്കുവാകും? ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറൊരു നിലയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കരുത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയാകില്ല. ആരാധനയാകണമെങ്കിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ പോകണം. മുകളിൽ തൊട്ടുള്ള പ്രാർത്ഥനാ വാചകങ്ങളാണ് നമ്മളിപ്പോ ഒന്ന് എഴുതി വെച്ചിരുന്ന എന്തൊക്കെ പ്രാർത്ഥനകളാണ് വേണ്ടതെന്ന് എഴുതി വെച്ച് നമ്മൾ പരിശോധിച്ചത്. ഇപ്പൊ കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ, ഇതിലെവിടെയാ എന്റെ പ്രിയ കേൾവിക്കാരെ ആരാധനയുള്ളത്? ഇതിലെവിടെയാ ആരാധനയുള്ളത്? ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം സൃഷ്ടാവായതുകൊണ്ട് സകല സൃഷ്ടികളും തന്നെ ആരാധിക്കണം. അത് മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, പ്രകൃതിയാകട്ടെ, എന്തുമാകട്ടെ, സകല സൃഷ്ടികളുടെയും ആരാധ്യനാണ് ദൈവം. എന്നാൽ നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്റെ രക്തം ചൊരിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തി നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മക്കളാക്കിയത് കൊണ്ട് ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നാം അവനെ നന്ദി പറഞ്ഞും ആരാധിച്ചുമേ പറ്റും. തിരുവെഴുത്ത് പറയുന്നത് നമ്മെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ വിശ്വസിക്കുന്നവരെ ദൈവം രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. പുരോഹിതന്റെ ശുശ്രൂഷയാണ് പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി യാഗം അർപ്പിച്ച് ജനത്തിന്റെ ആരാധനയെ ദൈവസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയായിരുന്നു പഴയ നിയമ പുരോഹിതന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം സർവ്വ വിശ്വാസികളുടെ പൗരോഹിത്യം പഠിപ്പിക്കുന്നത് കൊണ്ട് പത്രോസിലേക്ക് അതാണ് പറയുന്നത്, നാമും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ചെന്നിട്ട് നാമും ഈ ദൈവത്തെ ആരാധിക്കുവാൻ കഴിവുള്ള
രാജകീയ പുരോഹിത വർഗമായി തീരേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി, റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് ഇംഗ്ലീഷിൽ, രാജകീയ പുരോഹിതന്മാരാണ്. ഇത് തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, അവൻ അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു. അപ്പം പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ആരാധനയിൽ യാഗം അർപ്പിച്ച് ജനത്തിനിടയിൽ നിന്ന് ദൈവാരാധനയുടെ മധ്യവർത്തികളായിരുന്നുവെങ്കിൽ നമ്മൾ പുതിയ നിയമ വിശ്വാസികളെ എല്ലാവരും ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ട കഴിവുള്ള സ്ഥാനീയരായ പുരോഹിതന്മാരാണ്. എങ്ങനെ? യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനിലൂടെ സാധാരണ പുരോഹിതന്മാരായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൈവപിതാവിനെ ആരാധിക്കാം. യേശുക്രിസ്തു എന്ന ഈ മഹാപുരോഹിതനുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആരാധനകളെ ദൈവസന്നിധിയിലേക്ക് സുഗ്രാഹ്യമാക്കി എത്തിക്കുന്ന പരിപാടിയാണ് ഉള്ളത്. എങ്ങനെ ആരാധിക്കണം? ദൈവത്തോട് പറയണം, അവിടുന്ന് ഭയങ്കരത്വമുള്ളവനാ, അവിടുന്ന് മഹത്വമുള്ളവനാ, അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് മാത്രമാണ് സമാരാധ്യൻ, അങ്ങ് മാത്രമാണ് സ്രഷ്ടാവ്, അങ്ങ് മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ, അങ്ങേക്ക് തുല്യനില്ല, അങ്ങേക്ക് സമാനതകളില്ലാത്തവനാണ് അവിടുന്ന്, അവിടുന്ന് ശത്രുക്കളില്ലാത്തവനാണ്, അവിടുന്ന് ഏറ്റവും വലിയവനാണ്, അവിടുന്നാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ, അവിടുന്നാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, അങ്ങ് ഞങ്ങളുടെ എല്ലാമാണ്, അങ്ങേ ഞങ്ങൾ ചുംബിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, വന്ദിക്കുന്നു, അങ്ങേ ഞങ്ങൾ ഏറ്റവും അധികമായി കുമ്പിട്ട് നമസ്കരിക്കുന്നു. ഇതൊക്കെ ഒരു സൃഷ്ടി മുട്ടുകുത്തുമെന്ന് പറയുന്നതിനായി ആരാധന എന്ന് പറയുന്നത്. ആ ആരാധന ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ അർപ്പിക്കുമ്പോഴാണ് ആരാധനയാകുന്നത്. ഇത് ദൈവം മുൻപാകെ ഒരു മനുഷ്യൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വലിപ്പത്തെയും മഹത്വത്തെയും തൻ്റെ ഔന്നത്യത്തെയും എല്ലാം മനസ്സിലാക്കിയിട്ട് ദൈവം അങ്ങനെ തന്നെ ഉള്ളവനാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചേറ്റു പറയുന്നതിനാണ് പ്രൈസ് എന്ന് പറയുന്നത്, വർഷിപ്പ് എന്ന് പറയുന്നത്. സ്നേഹം നിറഞ്ഞ ഹൃദയവുമായി പരിശുദ്ധാത്മാവ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മ സഹായത്തോടുകൂടി ദൈവത്തിന് കൊടുക്കുവാൻ പറ്റുന്ന മഹത്വവും ശക്തിയും ബലവും ആരാധനയും സ്തുതിയും ബഹുമാനവും ജ്ഞാനവും ധനവും സമ്പത്തും ബഹുമാനവും എല്ലാം അവനുള്ളതാണെന്ന് സമ്മതിക്കലാണ് ഈ വർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ആരാധന എന്ന് പുതിയ നിയമം പറയുന്നത്. ഇത് വല്ലതാണോ ഈ പേപ്പറിൽ നമ്മൾ കണ്ടത്? ശത്രുക്കൾ നശിച്ചു പോകണം, മുടിഞ്ഞു പോകണം, ഇവിടെ മുഴുവൻ ഭിന്നതക്കാരാണ്, ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാണ് ഇങ്ങനെ മാത്രമേ ആരാധിക്കാവുള്ളെന്ന്. ഇവരുടെ ആരാധന എന്താ? നല്ല മനോഹരമായ പാട്ടുകളൊക്കെ ഇവരുടെ ഇതില് കേൾക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇന്ന് ആരാധന എന്താന്ന് മനസ്സിലായിട്ട് എന്തൊരു ഗതികേടാ. ഇത് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അവരാണല്ലോ തിരുത്തേണ്ടത്. അതെ അതെ, വളരെ വ്യക്തമാണ്. നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് ഇവരുടെ ആരാധന പ്രാർത്ഥന എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ബ്രദർ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ആരാധന എന്താണ്, പ്രാർത്ഥന എന്താണെന്ന് വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പിന്നെങ്കിലും അവർ കണ്ടിട്ടെങ്കിലും അവർക്കൊരു ബോധം വരട്ടെ, എന്താണ് ആരാധനയും പ്രാർത്ഥനയും എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് സത്യത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസാനമായിട്ട് ഞാൻ വേറൊരു ക്ലിപ്പും കൂടെ പ്രേക്ഷകരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവരുടെ സൈറ്റിൽ കയറിയപ്പോൾ കാണാനിടയായ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇത്രയും നമ്മൾ കണ്ടല്ലോ, ഇവരുടെ പ്രാർത്ഥനയാണ്, ഇത് അവരുടെ ആരാധനയാണെന്ന് കണ്ടു. അപ്പോൾ അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അവർ തന്നെ പറഞ്ഞിരിക്കുന്ന ചെറിയൊരു കൊട്ടേഷൻ നമുക്ക് അറിയാം. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ദൈവപിതാവുമായി നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. നമുക്കതിന് വിരോധമൊന്നുമില്ല, കാരണം നമ്മൾ നമ്മുടെ ദൈവമായിട്ട് നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. പക്ഷെ അടുത്തൊരു കാര്യം പറഞ്ഞത്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥന വ്യത്യസ്തമായി തോന്നാം. കാരണം ഇവരുടെ പ്രാർത്ഥന എന്താണെന്ന് ഈ നോട്ടീസ് നമ്മളിപ്പോ കണ്ടു. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതാണ് ഇപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയല്ലോ ഈ പ്രാർത്ഥന. അപ്പോൾ ഇത് തോന്നുന്നുണ്ടെങ്കിൽ അവര് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി അല്ലാതെ സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോ ഇവിടെ നോട്ടീസിൽ കണ്ടത്. അത് കണ്ടപ്പോൾ ബ്രദറിന്റെ ഒരു അഭിപ്രായങ്ങള് പറഞ്ഞിട്ട് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാം. ഇവനിപ്പോ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ലോക ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകൾ ഞങ്ങൾ മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് നേതൃത്വം വിശ്വാസികൾക്ക് എഴുതി കൊടുത്തിരിക്കുക. അത് ഏത് ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാ? ഈ ലോക ജീവിതം ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല അവര്. അങ്ങനെയാണല്ലോ ആ ഇപ്പൊ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഇതിലുള്ളത്. ബാക്കിയുള്ള സഭക്കാരെല്ലാം വിശ്വാസികളെല്ലാം ഈ ലോക ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവർ അവരുടെ വിശ്വാസികളോട് പറഞ്ഞു കൊടുത്തേക്കാണ്, ഞങ്ങൾ ചാകാതിരിക്കാൻ, അപകടം ഉണ്ടാകാതിരിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങനെ പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത് എഴുതി വെച്ചിട്ട് അത് പറയാൻ പാടില്ലായിരുന്നു. ഏത്
തീർച്ചയായിട്ടും അതാ നമുക്ക് ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നവർ ഈ ലോക ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചാകാതിരിക്കാൻ പ്രാർത്ഥിച്ചേക്കണം, അത് ഈ ലോകത്തിലേക്ക് വേണ്ടി അല്ലത്. അതാണ് അതിനകത്ത് കോമഡി. അവിടെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഇത് കൂടെ എന്താ നമ്മളത് പറയുന്നത്, ഇതൊരു സെൽഫ് റോൾ ആയി പോയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതെ, ഈ ഒരു നോട്ടീസ് അടിച്ചു വെച്ചിട്ട് സൈറ്റിൽ കൊണ്ടുപോയി ഇങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും പാടില്ലായിരുന്നു. ഒന്നെങ്കിൽ നോട്ടീസ് തിരുത്തണം, അല്ലെങ്കിൽ തിരുത്തണം. ഒന്നെങ്കിൽ സൈറ്റിൽ തിരുത്തണം, അല്ലെങ്കിൽ നോട്ടീസിന് തിരുത്താൻ പറ്റില്ലല്ലോ, അത് പുറത്തായില്ലേ, അത് പുറത്തുപോയി. ഇപ്പൊ രണ്ടും പുറത്തുപോയി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവരുടെ ഈ അകത്ത് നടക്കുന്ന സിയോന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ പറ്റുന്നത്. ഇതിനോട് എന്തെങ്കിലും നമ്മൾ സംസാരിച്ച കാര്യത്തോട് അതിന് എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇല്ല, ഇതിപ്പോ ഈ നോട്ടീസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയുള്ള ചർച്ചയ്ക്കുള്ള സംഭവം ഉള്ളത്. പിന്നെ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളിൽ ഇത് കേൾക്കാൻ വേണ്ടി സിയോനിലുള്ളവർ മാത്രമല്ലല്ലോ, അല്ലാത്തവരായ വിശ്വാസികളുണ്ട്, മറ്റ് സഭകളിലുള്ള വിശ്വാസികളുണ്ട്, പലരും ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ സിയോനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ മാനസിക നില എന്താണ്, അവരെങ്ങനെ ഏത് രീതിയിലുള്ള പ്രാർത്ഥനക്കാരാണ്, അവരുടെ മറ്റുള്ളവരോടുള്ള അവരുടെ മനോഭാവം എന്താണ്, അവര് പൊന്നാറ സാറിന്റെ മരണത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതിനുള്ളിൽ കിടക്കുന്ന ആളുകളുടെ ഒരു ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെയാണ് ഈ നോട്ടീസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന്റെ പോസ്റ്റർ നമ്മൾ സിയോനിൽ എന്താണ് അതിന്റെ പോസ്റ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്, സിയോനിലുള്ള യാഥാർത്ഥ്യങ്ങൾ. ഇത്തരം യാഥാർത്ഥ്യങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഭിന്നതയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നു, അവരത് സമ്മതിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഈ നോട്ടീസ് നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. ഇനി മറ്റ് വിശ്വാസികളും പൈതങ്ങളുമായിട്ടുള്ളവർക്ക് എന്താണ് ആരാധന, എന്താണ് സുവിശേഷം, എന്താണ് സുവിശേഷീകരണം, എന്താണ് ശരിക്കും പുതിയ നിയമം പഠിപ്പിക്കുന്ന ആരാധന, എന്താണ് പുതിയ നിയമ പ്രമാണ പ്രകാരമുള്ള ശത്രുക്കളുള്ള മനോഭാവം എന്നിത്യാദി കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ ഇത്തരം ഒരു കൂട്ടം ഇവിടെ ഉള്ളത് നമുക്ക് നന്നായി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിലൂടെയും ഒരു നന്മയുണ്ടല്ലോ, ആ നന്മ ഇതിലൂടെയും വെളിപ്പെട്ട് വരട്ടെ. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് എന്നാണല്ലോ നമ്മൾ തിരുവെഴുത്തി വായിക്കുന്നത്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് പുറത്തു വന്നതും ചില ദൈവമക്കളുടെ, ചില മനുഷ്യരുടെ നന്മയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു ലൈവ് നടത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടും അവർക്കൊരു ബോധം വരുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അവരെ ഓർമ്മിപ്പിച്ചതെന്നേ ഉള്ളൂ. അപ്പൊ തന്നെ പുറത്തുള്ള ആളുകൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുള്ള ആളുകളെ കൂടെ അറിയിക്കുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ കാര്യം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് വന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട്, കാരണം ഇത് പലർക്കും അറിയത്തില്ല, ഇവർ ഇത് എന്തുവാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. പലരും ഞാൻ ഇന്നലെ ഈ ഒരു അനൗൺസ് പോസ്റ്റ് ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു ഇത് എന്താണ് സംഭവം. അപ്പൊ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയാത്തുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണമായി തീരട്ടെ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. കാരണം അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് പോകാനിരിക്കുന്നവരും മനസ്സിലാക്കുക ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കൂടുതൽ, കാരണം നമുക്കറിയാം ഇവര് വരുമ്പം തന്നെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഇവരാരാണെന്നോ എന്താണെന്നോ എവിടെയുള്ളവരാണെന്നോ ഒന്നും വെളിപ്പെടുത്തത്തില്ല. അതിൽ തന്നെ വളരെ ഒരു നിഗൂഢതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയുക, അവരെ മനസ്സിലാക്കി അവരെ ഒഴിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ലൈവ് ഇതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം.